ഗ്രേറ്റർ ചെന്നൈ കോർപ്പറേഷൻ്റെ അദ്ദേഹത്തെ എങ്ങനെയാണ് നമുക്ക് പുതിയ കലാവേദിക്ക് വേണ്ടി കിട്ടിയിരിക്കുന്നത്. ഇവിടെ മഹത്തായ ഈ ഒരു ചടങ്ങിൽ ഇവിടെയുള്ള ഈ പ്രദേശത്തുള്ള ഈ അടുത്തുള്ള അദ്ദേഹത്തെ നമുക്ക് ലഭിച്ചത് വളരെ സന്തോഷം തന്നെ എന്ന് അറിയിക്കുകയാണ്. അദ്ദേഹത്തെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ മുഖ്യ അതിഥിയായി നമ്മുടെ കൗൺസിലർ ശ്രീ ഒ സദാശിവൻ സാറാണ്. പുതിയ കലാവേദിയുടെ എല്ലാ പരിപാടികൾക്കും അദ്ദേഹം എല്ലാത്തിനും മുന്നിട്ട് വന്നു വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും അദ്ദേഹം പല പരിപാടികൾക്കിടയിലും ആണ് വന്നത് എന്ന് നമ്മളോട് പറയുകയുണ്ടായി. തീർച്ചയായും കണ്ണാടിക്കൽ പ്രദേശത്തിലെ ഈ വാർഡ് കൗൺസിലർ എന്ന നിലയ്ക്ക് അദ്ദേഹം ഒരുപാട് സംഭാവനകൾ ഇവിടെ നടത്തിക്കൊണ്ട് വരുന്നുണ്ട്. ഇനിയും ഈ മൈതാനവും അതോടനുബന്ധിച്ചുള്ള പ്രദേശങ്ങളൊക്കെ ഈ അവസരത്തിൽ അദ്ദേഹത്തെ ഓർമ്മിക്കുകയാണ്. ഇനിയും നന്മകൾ നേർന്നുകൊണ്ട് നമുക്ക് ഈ പുതിയ കലാവേദിക്കും വേണ്ടിയിട്ട് അദ്ദേഹത്തെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ശ്രീ വേലായുധൻ സാർ, അദ്ദേഹം വെങ്ങേരി പ്രദേശത്ത് തന്നെയാണ്. അദ്ദേഹം അഡ്വക്കേറ്റാണ്, PSC മെമ്പറാണ്, ഡയറക്ടർ ബോർഡ് മെമ്പറാണ്, ബാങ്കിൻ്റെ ബ്രദേഴ്സ് മ്യൂസിക് ക്ലബിൻ്റെ പ്രസിഡൻ്റാണ്. നാനാവിധ തുറകളിലും അദ്ദേഹം പ്രസിഡൻറ്റും സെക്രട്ടറിയും ഡയറക്ടറും ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യാണ്. എനിക്ക് എൻ്റെ കുടുംബ സുഹൃത്തു കൂടിയാണ്. തീർച്ചയായും ഈ വേദിയിൽ അദ്ദേഹത്തെ നമ്മൾ ക്ഷണിച്ചു ഇവിടെ വന്നതിൽ അദ്ദേഹത്തിനും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മളിവിടെ ആശംസ അർപ്പിക്കാനായിട്ട് നമുക്ക് ഇവിടെ ക്ഷണം സ്വീകരിച്ചെത്തിയത് ശ്രീ വിനോദ് കുമാർ സാറാണ്. വിനോദ് കുമാർ പി, മലയാള മനോരമയുടെ ബാലജനസഖ്യം രക്ഷാധികാരി കൂടിയാണ് അദ്ദേഹം, കോഴിക്കോട് യൂണിയൻ. അദ്ദേഹം നമ്മളോടൊത്ത് സഹകരിച്ച് ഇവിടെ നമ്മുടെ ഈ പുതിയ കലാവേദിക്ക് ലഭിച്ചത് തന്നെ വളരെ സന്തോഷം നൽകുന്നു. തീർച്ചയായും അദ്ദേഹത്തെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. മറ്റൊന്ന് രാജേഷ് മാഷാണ് നന്ദി പ്രകാശിപ്പിക്കുന്നത്. രാജേഷ് മാഷ് നമ്മളോടൊത്ത് എത്രയോ മാസങ്ങൾ, കഴിഞ്ഞ വർഷം സ്പോർട്സും അതേപോലെ നമ്മുടെ കലാപരിപാടിക്കും ഇതേപോലെ തന്നെ ഇപ്പോൾ സ്പോർട്സും കലാപരിപാടികൾക്കും എല്ലാത്തിനും മുന്നിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹത്തെ നമ്മൾ കാണുന്നത്. തീർച്ചയായും അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കുടുംബവും കലാവേദിക്ക് വേണ്ടി ഒരുപാട് സഹകരണങ്ങൾ ചെയ്യുന്നുണ്ട്. അദ്ദേഹമാണ് നമുക്ക് നന്ദി പ്രകാശിപ്പിക്കുന്നത്. രാജേഷ് മാസ്റ്റർ, ശ്രീ രാജേഷ് മാസ്റ്ററെ, അദ്ദേഹം ജനറൽ കൺവീനറാണ് സ്വസംഘം. അദ്ദേഹത്തെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഓരോ കലാകാരന്മാർക്കും കലാകാരികൾക്കും പ്രത്യേകം എടുത്ത് പറയുന്നില്ല. അത് അവരുടെ കൂടെ വന്ന രക്ഷാകർത്താക്കൾക്കും രക്ഷിതാക്കൾക്കും അമ്മമ്മ സഹോദരിമാർക്കും എല്ലാം ഈ പുതിയ കലാവേദിയുമായിട്ട് അനേകം ബന്ധമുണ്ട് എന്ന് നമുക്കറിയാം തന്നെ. വിട്ടുപോകരുത് എന്ന് വിചാരിച്ചാണ് ഈ ഒരു വാക്ക് പറയുന്നത്. അതേപോലെ ഇനി നാടകത്തിൻ്റെ ഒരു അടിത്തട്ടാണ് നമ്മുടെ ഈ പുതിയ കലാവേദി. കഴിഞ്ഞ വർഷത്തേക്കാളും ഒന്നുകൂടി നന്നാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പുതിയൊരു നാടകത്തിൻ്റെ സഹകരണങ്ങളുമായി ഇതിൻ്റെ പിന്നിൽ നിൽക്കുകയാണ്. അതേമാതിരി ഓരോ ഇനത്തിലും നാടകമായാലും വേണ്ടില്ല, ഡാൻസ് ആയാലും വേണ്ടില്ല, ഓരോ ഇനത്തിലും പങ്കെടുക്കുന്ന എല്ലാവർക്കും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ തന്നെ അത് സഹകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവർക്ക് കൂടി സ്വാഗതം നൽകി ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. താങ്ക് യു സർ. ഈ വേദിയുടെ അധ്യക്ഷ സ്ഥാനം അലങ്കരിച്ചുകൊണ്ട് സംസാരിക്കുന്നതിനായി പുതിയ കലാവേദി പ്രസിഡന്റ് ശ്രീ M പവിത്രൻ അവരുകളെ സാദരം ക്ഷണിക്കുന്നു. പുതിയ കലാവേദിയുടെ 59ാമത് വാർഷികാഘോഷത്തിന് അതിൽ പങ്കെടുക്കാനെത്തിയ ഇവിടെ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഈ വേദി അറിയപ്പെടുന്നത് ഇന്ന് ജസ്ബന്ത് കാലിയും മരത്തപ്പള്ളി ബാലകൃഷ്ണൻ എന്നിവരുടെ പേരിലാണ്, നഗർ എന്നിവരുടെ പേരിലാണ് അറിയപ്പെടുന്നത്. കാരണം വെച്ചാൽ അദ്ദേഹം അവർ ഈ അടുത്ത് തന്നെ നമ്മുടെ
നമ്മുടെ വിട്ടുപിരിഞ്ഞു. ഈ കലാസമിതിക്ക് വേണ്ടി വളരെയധികം പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച സഹായങ്ങൾ ചെയ്ത വ്യക്തികളായിരുന്നു അദ്ദേഹം. അവരെ ഈ സമയത്ത് ഞാൻ സ്മരിക്കുന്നു. ഈ സംഘടന കെട്ടിപ്പടുത്തുവാൻ ഈ രണ്ടുപേരും ചെയ്ത സേവനങ്ങൾ ഈ സമയത്ത് നമ്മൾ ഓർക്കേണ്ടതാണ്. ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിയ മരത്തപ്പള്ളി IAS, കലാവേദിയുടെ സ്ഥാപക മെമ്പറായ ഇമ്പിച്ചൂക്കു ബാലകൃഷ്ണൻ എന്നിവരുടെ പ്രവർത്തനം കൊണ്ട് മാത്രമാണ് അവരെല്ലാവരും കൂടി യോജിച്ച് പ്രവർത്തിച്ചതുകൊണ്ടാണ് ഈ കലാസമിതി ഇന്ന് ഇവിടെ നല്ല രീതിയിൽ പ്രവർത്തനം കാഴ്ചകൊണ്ടിരിക്കുന്നത്. അവരെയും ഞാൻ ഈ സമയത്ത് പ്രവർത്തിക്കുന്നു. ഈ IAS നമ്മുടെ അമിത് നമ്മുടെ ഭാരതജന സഖ്യത്തിലൂടെ കുറച്ച് പ്രവർത്തനത്തിലുണ്ടായിരുന്നു. പിന്നെ അദ്ദേഹം നമ്മുടെ പ്രവർത്തനം നിന്നുകൊണ്ട് അവരെ അങ്ങനെയൊന്നും വിട്ടതല്ല, എന്നാലും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു അവർ. അപ്പോൾ ഇത്രയും കാലമായിട്ട് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഈ അമിത് വളരെ ഉന്നതിയിലെത്തിയിട്ടും പഴയ കാര്യങ്ങളൊന്നും മറക്കാതെ, പഴയ കൂട്ടുകെട്ടുകൾ മറക്കാതെ നമ്മുടെ കൂടി തന്നെ പഴയ ഒരു നല്ല ഒരു ആളായിട്ട് ഒരു IASൻ്റെ ഒരു ഗമയൊന്നും കാണിക്കാതെ നമ്മുടെ കൂടെ തന്നെയുണ്ട്. അതിന് ഞാൻ അദ്ദേഹത്തിന് പ്രത്യേകം നന്ദി പറയുകയാണ്. അത് ഇനിയും അങ്ങനെ തന്നെ ആവട്ടെ എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. പിന്നെ നമ്മുടെ ഈ സദസ്സിൽ മുഖ്യാതിഥിയായി എത്തിയിരിക്കുന്ന സദാശിവൻ സാറാണ്. അദ്ദേഹം നമ്മുടെ എല്ലാ കാര്യങ്ങളിലും എന്ത് പ്രവർത്തനത്തിനാണെങ്കിൽ മുന്നിൽ നിൽക്കുന്ന ആളുകളാണ്. ഈ പ്രദേശം മുഴുവൻ, ഈ ഗ്രൗണ്ട് മുഴുവൻ കാട് വെട്ടി വൃത്തിയാക്കി തന്ന അദ്ദേഹമാണ്. അദ്ദേഹത്തോട് ആ നന്ദി ഞങ്ങൾ അറിയിക്കുകയാണ്. നമ്മുടെ ആശംസ അറിയിക്കാനെത്തിയ വിനോദ് സാറ് ഭാരതജന സഖ്യത്തിൻ്റെ രക്ഷാധികാരിയാണ്. നമ്മൾ ഭാരതജന സഖ്യത്തിലുള്ളത് കൊണ്ട് ഈ പ്രദേശത്ത് വെള്ളപ്പൊക്കം അല്ലെങ്കിൽ മറ്റ് ദുരിതങ്ങൾ വരുന്ന സമയത്ത് ഞങ്ങൾ അദ്ദേഹത്തെ സമീപിക്കുകയും എവിടെ നിന്നോ സാധനങ്ങൾ സംഘടിപ്പിച്ച് നമുക്ക് തരാറുണ്ട്. കഴിഞ്ഞ 88-89 കാലങ്ങളിലുണ്ടായ വെള്ളപ്പൊക്കം, അന്ന് 2000-ഓളം കിറ്റുകൾ നമുക്ക് വിതരണം ചെയ്യാൻ പറ്റി. ഈ കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിലും നല്ലൊരു കിറ്റ് നമുക്ക് വിതരണം ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതിന് അദ്ദേഹത്തിൻ്റെ സേവനങ്ങൾ ഞങ്ങൾ സ്മരിക്കുകയാണ്. മെയിലും തുറന്നും ഈ ഒരു സഹായം ഉണ്ടാവണമെന്ന് നമ്മൾ അഭ്യർത്ഥിക്കുകയാണ്. പിന്നെ നമ്മുടെ രക്ഷാധികാരികളായ ഒന്ന് വേലായുധൻ സാറ്, 2 മധുരക്കണ്ടി രാധാകൃഷ്ണൻ സാറ്, PK അസീസ്, ഇവരെല്ലാം തന്നെ നമ്മുടെ സംഘടനയ്ക്ക് കഴിയുന്നത്ര സഹായ സഹകരണങ്ങൾ ചെന്ന് സഹകരിക്കുന്ന ആളാണ്. അവരെയും നമ്മൾ ഈ സമയത്ത് സ്മരിക്കുകയാണ്. കൂടാതെ ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ചിത്രരചന, പിന്നെ സംഗീത ക്ലാസ്, ഡാൻസ് ക്ലാസ്, ബാലജന സഖ്യം, വനിതാ വിഭാഗം മെമ്പർമാർ എന്നിവരെല്ലാവരും കൂടിയാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. ഈ പരിപാടിയിൽ തന്നെ ഇവരെല്ലാവരും കൂടിയാണ് ഇതൊന്ന് ഭംഗിയാക്കാൻ വേണ്ടി സഹായിക്കുന്നത്. നമ്മുടെ പുറമേ നിന്നില്ലാതെ ഈ പ്രദേശത്തെ ആളുകളും നമ്മുടെ ഈ സംഘടനയിലെ ആളുകളും കൂടിയാണ് ഈ സംഗമം ഇവിടെ ഭംഗിയാക്കാൻ വേണ്ടി സഹായിക്കുന്നത്. അവരെ ഞാൻ സ്മരിക്കുകയാണ്. കൂടാതെ നമ്മുടെ എല്ലാവിധ സഹായം തരുന്നു പോരുന്ന പണമായാലും ബാക്കിയുള്ള സഹായങ്ങളായാലും ചെയ്തു പോരുന്ന നമ്മുടെ നാട്ടുകാർ, ഈ കലാപരിപാടികളിലും മറ്റും പങ്കെടുക്കുന്ന കലാകാരന്മാർ, അതിൻ്റെ അണിയറ പ്രവർത്തകർ, എല്ലാവരെയും ഞാൻ സ്മരിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. അടുത്തതായി റിപ്പോർട്ട് അവതരണത്തിനായി പുതിയുഗ സെക്രട്ടറി ശ്രീ K. അഭിലാഷിനെ ക്ഷണിച്ചുകൊള്ളുന്നു. രണ്ടായിരത്തി 24-25 പുതിയുഗ കലാവേദിയുടെ വാർഷിക റിപ്പോർട്ട്. പുതിയുഗ കലാവേദിയുടെ 2024-25 വർഷത്തെ വാർഷിക ജനറൽ ബോഡി യോഗം 28/4/2024 നടന്നു. യോഗത്തിൽ പ്രസിഡന്റായി ശ്രീ പവിത്രൻ M, വൈസ് പ്രസിഡന്റായി ശ്രീ മധുസൂദനൻ K, സെക്രട്ടറിയായി അഭിലാഷ് K, ജോയിന്റ് സെക്രട്ടറിയായി ജഗന്നാഥൻ K, ഖജാൻജിയായി വിജീഷ് MP, കലാവിഭാഗം കൺവീനറായി പ്രദീപൻ K, സ്പോർട്സ് കൺവീനറായി സൈഫുദ്ദീൻ, ഓഡിറ്റർമാരായി ജയദീപ് CP, മുഹമ്മദ് KV എന്നിവരെയും തിരഞ്ഞെടുത്തു. മെയ് 5-ന് 58-ാം വാർഷികത്തിൻ്റെ അവലോകനവും വരവ് ചെലവ് കണക്ക് അവതരണവും സമ്മാനദാനവും നടത്തി.
ജൂൺ 6 പരിസ്ഥിതി ദിനത്തിൽ കലാവേദി വളപ്പിൽ വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചു. ജൂൺ 9 കലാവേദിയിൽ മലയാള മനോരമ ബാലജന സഖ്യത്തിൻ്റെ പുതിയ യൂണിറ്റ് ഉദ്ഘാടനം ചെയ്തു. ജൂലൈ 7 SSLC +2 ഫുൾ A+ നേടിയവർക്കും മറ്റു മേഖലകളിൽ ഉന്നത വിജയം നേടിയവർക്കുമുള്ള അനുമോദന ചടങ്ങ് നടത്തി. ജൂൺ 22 വൈകിട്ട് 4 മണിക്ക് അന്താരാഷ്ട്ര യോഗാ ദിനം യോഗാചാര്യൻ ശ്രീ കോതടത്തുകുഴിയിൽ സുരേഷ് കുമാറിൻ്റെ നേതൃത്വത്തിൽ വിപുലമായി നടത്തി. ജൂലൈ 14 സാമൂഹ്യ സുരക്ഷാ പെൻഷൻ്റെയും പാചകവാതത്തിൻ്റെയും മസ്റ്ററിംഗ് ക്യാമ്പ് കലാവേദിയിൽ വെച്ച് നടത്തി. ഓഗസ്റ്റ് 15 നമ്മുടെ 78ാം സ്വാതന്ത്ര്യദിനത്തിൽ പ്രസിഡന്റ് ശ്രീ പവിത്രൻ അവർകൾ ദേശീയ പതാക ഉയർത്തുകയും ദേശീയഗാനം ആലപിക്കുകയും പായസ വിതരണം നടത്തുകയും ചെയ്തു. അതേ ദിവസം ഉച്ചയ്ക്ക് 2 മണിക്ക് മലയാള മനോരമ ബാലജന സഖ്യം കോഴിക്കോട് യൂണിയന്റെ നേതൃത്വത്തിൽ വെള്ളപ്പൊക്ക ദുരിതം അനുഭവിച്ചവർക്കുള്ള അവശ്യ സാധന വിതരണവും നടത്തി. സെപ്റ്റംബർ 1 വൈകിട്ട് 5 മണിക്ക് തൈജിക്കാഡോ കരാട്ടെ ക്ലാസിൻ്റെ ഔപചാരിക ഉദ്ഘാടനം നടന്നു. ഒക്ടോബർ 8 നവരാത്രി ദിനാഘോഷങ്ങളുടെ ഭാഗമായി സകലേശ്വരി ക്ഷേത്രത്തിൽ പുതിയ സംഗീത നൃത്ത ക്ലാസുകളിലെ വിദ്യാർത്ഥികൾ സംഗീതാരാധനയും നൃത്തസന്ധ്യയും നടത്തി. ഒക്ടോബർ 13 വിജയദശമി ദിനത്തിൽ ശാസ്ത്രീയ സംഗീതം, നൃത്തം, ചിത്രരചന, കരാട്ടെ എന്നീ ക്ലാസുകളിലേക്കുള്ള പുതിയ അഡ്മിഷൻ ആരംഭിച്ചു. നവംബർ 10 വൈകിട്ട് 4 മണിക്ക് പുതിയുഗ കലാവേദിയുടെ 59ാം വാർഷികാഘോഷത്തിൻ്റെ സ്വാഗത സംഘ രൂപീകരണം നടന്നു. ഡിസംബർ 22 രാവിലെ മുതൽ വൈകിട്ട് 6 മണി വരെ കാഞ്ഞിരവേൽ മിനി സ്റ്റേഡിയത്തിൽ വെച്ച് കായികമേള നടത്തി. ഉദ്ഘാടനം 10ാം വാർഡ് കൗൺസിലർ ശ്രീ O സദാശിവൻ അവർ നിർവഹിച്ചു. കായികമേള പൊതുജന പങ്കാളിത്തത്തോടെ ഭംഗിയായി നടത്താൻ കഴിഞ്ഞു. വിജയികൾക്കുള്ള സമ്മാനദാനം ജനുവരി 5 നടത്തി. ജനുവരി 1 വൈകിട്ട് 5:30 മുതൽ പുതിയുഗ കരോക്കെ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പുതുവത്സരാഘോഷം നടത്തി. പുതിയുഗ കലാവേദിയിൽ എല്ലാ ദിവസവും രാവിലെ 7 മണി മുതൽ യോഗ പരിശീലനവും, തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകിട്ട് 7 മണി മുതൽ കരാട്ടെ പരിശീലനവും, ചൊവ്വാഴ്ച വൈകിട്ട് 5:30 മുതൽ ഡാൻസ് ക്ലാസും, എല്ലാ ഞായറാഴ്ചയും രാവിലെ 11:30 മുതൽ ശാസ്ത്രീയ സംഗീത ക്ലാസും, 2 മണി മുതൽ ചിത്രരചന ക്ലാസും, വൈകിട്ട് 5:30 മുതൽ കരോക്കെ സായാഹ്നവും നടന്നു വരുന്നു. ഈ വർഷം 9 പ്രവർത്തക സമിതി യോഗങ്ങളും 9 ജനറൽ ബോഡി യോഗങ്ങളും നടത്തി. 2023-24 വർഷത്തെ മൊത്തം വരവ് 3,69,680 രൂപയും ചിലവ് 3,42,348 രൂപയുമാകുന്നു. ക്യാഷ് ബാലൻസ് 22,565 രൂപയും ബാങ്ക് ബാലൻസ് 4,767 രൂപയുമാണ്. ഈ വാർഷികാഘോഷത്തിൻ്റെ വരവ് ചെലവ് കണക്ക് ഈ കണക്കിൽ ഉൾപ്പെട്ടിട്ടില്ല. അത് അടുത്ത വർഷത്തെ ഉൾപ്പെടുത്തുകയുള്ളൂ. 2024-25 വർഷത്തെ ഈ പ്രവർത്തന റിപ്പോർട്ട് മൺമറഞ്ഞുപോയ കലാവേദിയുടെ പ്രവർത്തകരെ സ്മരിച്ചുകൊണ്ട് ഈ സദസ്സിനു മുമ്പാകെ അംഗീകാരത്തിനായി സമർപ്പിക്കുന്നു. നന്ദി. താങ്ക് യു അഭിലാഷ്. അടുത്തതായി ഈ വേദിയിൽ വാർഷികാഘോഷ പരിപാടിയുടെ ഔദ്യോഗിക ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് പുതിയുഗ കലാവേദിയുടെ സ്ഥാപക മെമ്പറും അന്നത്തെ സ്ഥിര ട്രഷററുമായിരുന്ന ശ്രീ മരത്തപ്പള്ളി എംപിച്ചക്കു എന്നിവരുടെ കൊച്ചുമകനും പുതിയുഗ കലാവേദി ബാലജന സഖ്യം മുൻ സാരഥിയുമായ ശ്രീ MP അമിത് IAS, സിവിൽ സർവീസ് നേടി നമ്മുടെ നാടിനും പുതിയുഗ കലാവേദിക്കും അഭിമാനമായ ശ്രീ അമിത്. പുതിയുഗ കലാവേദിയുടെ 59ാമത് വാർഷികാഘോഷത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷം വഹിക്കുന്ന ബഹുമാനപ്പെട്ട മൂത്താടിക്കൽ പവിത്രൻ അവറുകൾ, ഇവിടെ മുഖ്യാതിഥിയായി എത്തിച്ചേർന്നിരിക്കുന്ന 10ാം വാർഡ് കൗൺസിലർ നമ്മുടെ പ്രിയപ്പെട്ട സദാശിവൻ അവറുകൾ, ബാലജന സഖ്യം ജില്ലാ രക്ഷാധികാരി വിനോദേട്ടൻ, കൂടാതെ സ്വാഗത സംഘം ചെയർമാൻ ലക്ഷ്മണൻ മാസ്റ്റർ, പുതിയുഗ കലാവേദിയുടെ സെക്രട്ടറി അഭിലാഷ് കുനിയിൽ, ജനറൽ കൺവീനർ സ്വാഗത സംഘം രാജേഷ് മാസ്റ്റർ, പ്രിയപ്പെട്ട വേലായുധൻ മാസ്റ്റർ, ഈ വാർഷിക പരിപാടി ഇവിടെ വമ്പിച്ച വിജയമാക്കാൻ വേണ്ടിയും ആസ്വദിക്കാനും എത്തിച്ചേർന്നിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. കൂടാതെ ഇതിൻ്റെ ഒപ്പം ഞാൻ എൻ്റെ ഈസ്റ്റർ ആശംസകളും ഇവിടെ നേരുകയാണ്. ഒരുപാട് സന്തോഷമുണ്ട്, ഒരുപാട് സന്തോഷമുണ്ട്. ആക്ച്വലി ഒരു 8 വർഷത്തിന് മുൻപേ സിവിൽ സർവീസിൻ്റെ റിസൾട്ട് വന്ന സമയത്ത് 2017 ഒരു അനുമോദന ചടങ്ങിലാണ് അവസാനമായി ഞാനിവിടെ നിങ്ങളോട് സംസാരിക്കുന്നത്.
അതിനുശേഷം 8 വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കാൻ എനിക്കൊരു അവസരം ലഭിച്ചത്. അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഈ ഒരു ഗ്രൗണ്ടിൽ, ഞാൻ ജനിച്ചു വളർന്ന ഈ നാട്ടിൽ, ഞാൻ കളിച്ചു വളർന്ന ഈ ഗ്രൗണ്ടിൽ ഞാൻ ഭാഗമായിരുന്ന ഒരു ക്ലബ്ബ്, ഇപ്പോൾ വൈത്തരട്ടം പറഞ്ഞു ഞാൻ ഭാഗമായിരുന്നോ എന്നറിയില്ല, കുറച്ച് കാലം വിട്ടു നിന്നിട്ട്, അങ്ങനെയൊന്നുമില്ല, ഞാൻ ഇതിൻ്റെ ഭാഗമായിരുന്നു. ഇപ്പോഴും ഇതിൻ്റെ ഭാഗം തന്നെയാണ്. കുറച്ച് കാലം നാട്ടിൽ നിന്ന് വിട്ടുപോയി, പക്ഷെ ഞാൻ ഇപ്പോഴും വോട്ട് ചെയ്യുന്നത് ഇവിടെയാണ്. അതുകൊണ്ട് ഈ ക്ലബിൻ്റെ ഭാഗമാണ് ഞാനും. സോ ഈ ഒരു അവസരത്തിൽ ഒരു ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ എനിക്ക് അവസരം ലഭിച്ച വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. അത് മാത്രമല്ല, ഇപ്പോൾ ഈ ഗ്രൗണ്ടിൽ ഞാൻ ഒരു പക്ഷേ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 3ാം ക്ലാസ് 2ാം ക്ലാസ്സിലാണ് ഞാൻ ഈ ഗ്രൗണ്ടിലേക്ക് വരുന്നത് ആദ്യമായിട്ട് ഫുട്ബോൾ കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പം മധുവട്ടനൊക്കെ ഇവിടെ ഉണ്ട്. മധുവട്ടനൊക്കെ അന്നത്തെ വലിയ പ്ലെയറാണ്, ഫുട്ബോൾ പ്ലെയറാണ്. ആ സമയത്ത് സൈഡിൽ ഈ മെയിൻ പോസ്റ്റിലാണ് ഇവിടുത്തെ മുതിർന്ന ആൾക്കാർ കളിക്കുക, ഫുട്ബോൾ കളിക്കുക. ഞങ്ങൾ സൈഡിൽ ഇവിടെ ഒരു ചെറിയ ഗ്രൗണ്ടിൽ കളിക്കാൻ പതിവ്. പക്ഷെ അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ കൂടെ നമ്മുടെ കൂടെ കളിക്കാൻ ഫുട്ബോൾ ഞങ്ങളുടെ കൂടെ വന്നോളൂ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ സ്വീകരിച്ച അത് സ്വീകരിച്ച മാത്രമല്ല, ഞങ്ങളെല്ലാം കൂടെ ചേർത്ത് ഒരുമിച്ച് കളിച്ച് ഫുട്ബോളിൻ്റെ ടെക്നിക്സ്, തന്ത്രങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്ന ഒരു ഗുരുതുല്യനായ ഒരു വ്യക്തി ഈ വർഷം നമ്മളെ വിട്ടുപിരിയുണ്ടായി. സോ അദ്ദേഹത്തിൻ്റെ ഒരു ഓർമ്മയ്ക്കായി ഞാൻ എന്തെങ്കിലും ഇവിടെ പ്രണാമം അർപ്പിച്ചിട്ടില്ലെങ്കിൽ, എന്തെങ്കിലും പറഞ്ഞിട്ടില്ലെങ്കിൽ അത് ഒരു ശരിയാവില്ല എന്ന് എനിക്ക് തോന്നുകയാണ്. നമ്മളെ അരിപ്പൊടി ദിനേശ് ചേട്ടൻ എന്ന് എല്ലാവരും വളരെ സ്നേഹത്തോടു കൂടി വിളിക്കുന്ന നമ്മുടെ ദിനേശ് ചേട്ടൻ. സോ അദ്ദേഹത്തിന് അറിയുന്ന പോലെ ഈ ഗ്രൗണ്ട് ആർക്കും അറിഞ്ഞുകൂടാ. അദ്ദേഹത്തിനെ പോലെ ഒരു പ്ലെയറെ ഞാൻ അതിനുശേഷം കണ്ടിട്ടുമില്ല ഈ നാട്ടിൽ. സോ അദ്ദേഹത്തിന് പ്രണാമം അർപ്പിക്കുകയാണ് ഞാൻ ആദ്യമായിട്ട്. ഇപ്പോൾ തിരിച്ച് നമ്മൾ പുതിയ കലാവേദിയിലേക്ക് വരികയാണെങ്കിൽ, ഇപ്പോൾ പവിത്രേട്ടൻ പറഞ്ഞ പോലെ പുതിയ കലാവേദിയിൽ ഈ നാട്ടിലെ 90s കിഡ്സ് അല്ലെങ്കിൽ 80s കിഡ്സ് എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം ലിങ്കോ ആണ്. 80s ജനിച്ച ആൾക്കാർ, 1980 ജനിച്ച 80s കിഡ്സ്, 1990 ജനിച്ച 90s കിഡ്സ്. അവർ പല ആൾക്കാരെയും ഇവിടെ അക്ഷരമാല പഠിപ്പിച്ചത് വനജ ടീച്ചറാണ്. കൂടെ സതിയേച്ചി ഉണ്ടായിരുന്നു. സോ ഈ രണ്ടുപേരെയും അറിയാത്ത 80s and 90s കിഡ്സ് ഇവിടെ ഉണ്ടാവില്ല. എനിക്ക് അറിഞ്ഞൂടാ. ജെൻസി കിഡ്സിനും മില്ലേനിയൽസിനും അറിയാമെന്ന് അറിഞ്ഞുകൂടാ. സാധ്യത കുറവാണ്. ഇപ്പോൾ ആ അംഗനവാടി ഇവിടെ ഇല്ല എന്നാണ് ഞാൻ അറിയാൻ സാധിച്ചത്. സോ വനജ ടീച്ചർ ത്രൂ ആണ് ഞാൻ ആദ്യമായിട്ട് പുതിയ കലാവേദിയായിട്ട് എൻ്റെ ബന്ധം തുടങ്ങുന്നത്. അതിനുശേഷം കുറേ കാലം, പവിത്രേട്ടൻ പറഞ്ഞത് ശരിയാണ്, കുറേ കാലം ബന്ധം ഉണ്ടായിരുന്നില്ല. അതിനുശേഷം പിന്നെ ഞാനും ബന്ധപ്പെടാൻ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. പുതിയ കലാവേദിയിൽ ബാലജനസഖ്യം എന്ന് പറയുന്ന ഒരു കുട്ടികളുടെ കൂട്ടായ്മ ഉണ്ട് എന്ന് എനിക്ക് അറിയാമായിരുന്നു. പക്ഷെ ആരും എന്നെ ഒന്ന് വിളിച്ചിട്ടില്ല. എങ്ങനെയാണ് ഇതിൽ ജോയിൻ ചെയ്യേണ്ടത് എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ കുറേയൊക്കെ 2-3 കൊല്ലം അങ്ങനെ തള്ളി നിൽക്കി. എൻ്റെ ഫ്രണ്ട്സ് പോകാറുണ്ട്. ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇവിടെ ഉണ്ട്. അഖിൽ കുറ്റൂട ഇവിടെ ഉണ്ട്, അശ്വേട്ടൻ മുല്ലശ്ശേരി ഇവിടെ ഉണ്ട്, മുല്ലശ്ശേരി അജിയേട്ടൻ ഇവിടെ ഉണ്ട്, വിഷ്ണു കോതെടുത്ത് കുഴിയിലുണ്ട്, വാവ വെള്ളിയാറാട്ട്, ഷിതിൻ വെള്ളിയാറാട്ട്, റിനു കിഴക്കേടത്ത്, റെനിരാജ് കിഴക്കേടത്ത്. ഇവരൊക്കെ എൻ്റെ ഫ്രണ്ട്സാണ്, ക്ലോസ് ഫ്രണ്ട്സ്. ഇവരൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് ബാലജൻ സഖ്യത്തിൽ. പക്ഷേ എൻ്റെ വീട്ടിൽ മാത്രം വന്നിട്ട് ആരും ഇങ്ങനെ ബാലജൻ സഖ്യത്തിൽ പോകാൻ ജോയിൻ ചെയ്യണമെന്ന് പറയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്ന് ഒരു നാളിലാണ് നമ്മുടെ ശിനോദേട്ടൻ കിഴക്കേടത്ത്, ഗംഗേട്ടൻ മുല്ലശ്ശേരി, പിന്നെ സന്തോഷേട്ടൻ കൊല്ലേരി, ഈ 3 പേരും ഇങ്ങനെ തേടിയ വള്ളി കാലിൽ ചുറ്റി എന്നുള്ള പോലെ എൻ്റെ വീട്ടിലേക്ക് വന്നു. ഞാൻ അന്ന് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ എണ്ണ തേച്ച് നിൽക്കുകയാണ്. ഞാൻ ഇതിൻ്റെ മുന്നേ പറഞ്ഞിട്ടുണ്ട് ഇവിടെ. എണ്ണ തേച്ച് കുളിക്കാൻ നിൽക്കുന്ന സമയത്താണ് ഇവർ 3 പേര് വരുന്നത്. നമ്മൾ ചില സ്കൂളുകളിൽ നമ്പർ കുറയുമ്പോൾ ആളെ പിടിക്കാൻ പോകാമെന്ന് നമ്മൾ പറയും, പ്രവേശനോത്സവം. സോ ആ സമയത്ത് അങ്ങനെ എക്സ്ട്രാ ആളെ പിടിക്കാൻ വേണ്ടിയിട്ട് ഇവർ 3 പേരും ബാലജൻ സഖ്യത്തിൽ ആളെ കൂട്ടണം എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിലേക്ക് വരികയാണ്. അതാണ് ഞാൻ തേടിയ വള്ളി കാലിൽ ചുറ്റി എന്ന് പറഞ്ഞത്. ഞാൻ ആഗ്രഹിച്ചിരുന്ന പോലെ ഇവർ വന്നിട്ട് ബാലജൻ സഖ്യം എന്ന് പറയുന്ന ഒരു കൂട്ടായ്മ ഉണ്ട്, കുട്ടികളുടെ കൂട്ടായ്മ ഉണ്ട്, അതിൽ വന്ന് ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞ് ഞാൻ ഓക്കെ വന്ന് ജോയിൻ ചെയ്തു. അതാണ് രണ്ടാമത് എന്നെയും പുതിയ കലാവിധിയായിട്ടുള്ള എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അത് പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഞാനെടുത്ത വൺ ഓഫ് ദി ബെസ്റ്റ് ഡിസിഷൻസ് എന്ന് പറയാം. ഏറ്റവും നല്ല ഒരു തീരുമാനങ്ങളിലൊന്നായിരുന്നു വന്ന് ജോയിൻ ചെയ്തത്. ആ സമയത്ത് ഞാൻ പഠിച്ചത് വേദവ്യാസ വിദ്യാലയമാണ് മലപ്പുറമ്പ്. അപ്പം സ്റ്റേറ്റ് സിലബസ് ഫോളോ ചെയ്യായിരുന്നു, മലയാളം മീഡിയം ആയിരുന്നു. പിന്നെ ക്വിക്ക്ലി CBSE ജമ്പ് ചെയ്യാണ് ചെയ്തത്. അപ്പോൾ എനിക്ക് മലയാളം അല്ല ഇംഗ്ലീഷും അല്ലാത്തൊരവസ്ഥയിലായിരുന്നു ഞാൻ. എനിക്ക് മലയാളം അറിഞ്ഞൂടെ, ശരിക്കും ഇംഗ്ലീഷ് അറിഞ്ഞൂടെ എന്നുള്ള പോലെയായിരുന്നു. ആ സമയത്ത് ആണ് ബാലജൻ സഖ്യത്തിൽ ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ ഈ വിനോദേട്ടനൊക്കെ ഇതിൻ്റെ രക്ഷാധികാരിയായിട്ട് അന്നേ എനിക്കറിയാം ആളുടെ മുഖം. ബാലജൻ സഖ്യത്തിൽ ജോയിൻ ചെയ്ത് ഇപ്പോൾ CBSE സ്റ്റുഡൻസും ഈ സ്റ്റേറ്റ് സ്റ്റുഡൻസും ഒരുമിച്ച് വരുന്ന ഒരു വേദിയാണ്. ചുരുക്കം ചില വേദികൾ ഉണ്ടാവുള്ളൂ. നമ്മൾ സ്റ്റേറ്റ് സിലബസ് ആണ് കലോത്സവത്തിൽ കാണാം, CBSE ആണ് CBSE കലോത്സവത്തിൽ കാണാം. ഈ രണ്ടുപേരും ഒരുമിച്ച് വരുന്ന വേദികൾ വളരെ കുറവായിരിക്കും. അങ്ങനെ ഒരു വേദിയായിരുന്നു ഈ ബാലജൻ സഖ്യം. അപ്പം ആദ്യമായിട്ട് പോയത് എനിക്ക് ഓർമ്മയുണ്ട്, കരുണ സ്കൂളിൽ എരിഞ്ഞിപ്പാലത്ത് ശിനോദേട്ടനാണ് കൊണ്ടുപോയത് കേക്കെടുത്ത്. ഞാനും പൊറ്റമ്മൽ അരുണും ഞങ്ങൾ 2 പേരുമാണ് അവിടേക്ക് പോയത്. പ്രസംഗ മത്സരത്തിൽ എങ്ങനെയൊക്കെയോ തട്ടിമുട്ടി 2nd പ്രൈസും 3rd പ്രൈസും ഒക്കെ കിട്ടി. അന്നാണ് ആദ്യമായിട്ട് ഇങ്ങനെ മൈക്കിൻ്റെ മുന്നിൽ നിന്ന് സംസാരിക്കാൻ പോലും എനിക്ക് പേടിയായിരുന്നു. എനിക്കിങ്ങനെ ആൾക്കാരെ കണ്ടാലേ എൻ്റെ മുട്ട് പറയും. അന്നാണ് ആദ്യമായിട്ട് എനിക്ക് ഈ സംസാരിച്ച്
തുടങ്ങാൻ പബ്ലിക് സ്പീക്കിങ്ങിൽ ചെറിയൊരു എക്സ്പീരിയൻസ് തന്നത് ബാലജൻസൊക്കെയാണ് പുതിയ കലാവേദി ത്രൂ. അതിനുശേഷം കുറേ ക്യൂസ് കോമ്പറ്റീഷൻസ്. എൻ്റെ ഒരു ഹോബി എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞു ഫുട്ബോൾ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫുട്ബോൾ. ഇപ്പോൾ സിവിൽ സർവീസ് എക്സാമിൽ നമ്മൾ ഹോബീസ് എന്നൊരു കോളുണ്ട്. ഇൻ്റർവ്യൂ ചോദ്യങ്ങളിൽ ഒരു 70% വരെ ഈ ഹോബീസ് എന്നുള്ള കോളത്തിൽ നിന്നാണ്. നമ്മൾ അത്രയും കൊല്ലങ്ങളായി ഫോളോ ചെയ്യുന്ന 2 കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഹോബീസ് ഇടും. അതിൽ നിന്ന് അവർ കുറേ ചോദ്യങ്ങൾ ചോദിക്കും. ആക്ച്വലി ഇവൻ ഇട്ടത് കറക്റ്റ് ആണോ, അല്ലെങ്കിൽ എക്സാം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ചുമ്മാ നമ്മൾ മേമ്പൊടിക്ക് വേണ്ടി ഇട്ടതാണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ചോദ്യങ്ങൾ കുറേ ചോദിക്കും. 70% ചോദ്യങ്ങളും സിവിൽ സർവീസ് ഇൻ്റർവ്യൂവിൽ വരുന്നത് ഈ ഹോബീസിൽ നിന്നായിരിക്കും. അപ്പം ഞാൻ ഫുട്ബോൾ ഞാൻ തറവാണ്, എനിക്ക് നന്നായിട്ട് അറിയാം, ഞാൻ കാണാറുണ്ട്, ഞാൻ ഇവിടെ കളിക്കാറുണ്ട്. രണ്ടാമത് എൻ്റെ ഒരു ഹോബി എന്ന് പറയുന്നത് പ്രശ്നോത്തരിയാണ്, ക്വിസിങ്ങിൽ. ആക്ച്വലി ഇവിടെ നിന്ന് നമ്മുടെ ഗംഗേട്ടൻ, മുല്ലശ്ശേരി ഗംഗേട്ടനും വിദ്യാധരേട്ടനും ഉണ്ട് ഇവിടെ. ഇവർ 2 പേരും ഇവിടെ വന്ന് പല പല വിഷയങ്ങളിൽ ഇങ്ങനെ ക്ലാസ്സസ് എടുത്ത് തരുമായിരുന്നു. ഇവരിവിടെ പ്രശ്നോത്തരി കണ്ടക്ട് ചെയ്യായിരുന്നു. അപ്പോൾ നമ്മൾ വല്ല UPSC ബുക്ക് PSC ബുക്കോ വല്ലോ പഠിച്ച് ഇവിടെ വന്ന് പ്രശ്നോത്തരി അറ്റൻഡ് ചെയ്തിട്ട് അങ്ങനെയാണ് പ്രശ്നോത്തരിയിൽ എനിക്ക് ടേസ്റ്റ് വരുന്നത്. പിന്നെ കുറേ കാലത്തിന് ശേഷം സിവിൽ സർവീസിലേക്ക് ടേസ്റ്റ് വന്നത് ഇതിലൂടെയാണ്. ഇപ്പം നമ്മുടെ വിനോദേട്ടൻ ഇവിടെ ഇരിക്കുന്നുണ്ട്, നമ്മുടെ യൂണിയൻ ബാലാജൻ സഖ്യത്തിൻ്റെ യൂണിയൻ രക്ഷാധികാരി. വിനോദേട്ടൻ അറിയാമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാനും അച്ഛനും എൻ്റെ വീട് പണി നടക്കുന്ന സമയമാണ്. വീട് പണി അറിയാമല്ലോ, എല്ലാവർക്കും അറിയാം. വീട് പണി നടക്കുമ്പോൾ നമുക്ക് തലവേദന പിടിച്ച സമയമാണ്. നമുക്ക് എങ്ങനെയെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ എന്തായാലും ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഞാനും അച്ഛനും അങ്ങനെ കല്ലായി പോയി ഈ തടി മലേഷ്യൻ വുഡ് എടുത്ത് വരികയാണ് ഈ കട്ടിലയ്ക്ക് വേണ്ടിയിട്ട്. എടുത്ത് വരുന്ന സമയത്ത് ഇങ്ങനെ ഞങ്ങൾ ട്രക്കിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. മുന്നിൽ ഇങ്ങനെ ഒരു ബൊലേറോ വന്ന് വട്ടം പിടിച്ചിട്ട് നിർത്തിയിട്ട് ഒരാൾ ചാടി ഇറങ്ങിയിട്ട് അപ്പോൾ എനിക്ക് പേടിയാണ്. നമ്മളിപ്പം ഒരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിൽ കൂടെ നമ്മുടെ മുന്നിലൊരു ഗവൺമെൻറ് വണ്ടി നിർത്തി കഴിഞ്ഞാൽ നമുക്ക് പേടിയാവും. നമ്മൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിൽ കൂടെ നമുക്ക് പേടിയാവും. ഇറങ്ങുന്നത് നമ്മുടെ വിനോദേട്ടനാണ്. അപ്പോൾ പെട്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല, ആളെ എവിടെയോ കണ്ട് പരിചയമുണ്ടല്ലോ. ഞാൻ കണ്ടത് 10-15 വർഷം മുന്നേ ബാലജൻ സഖ്യത്തിൻ്റെ രക്ഷാധികാരി കണ്ട ആൾ ഇങ്ങനെ വന്നിട്ട് ചാടി ഇറങ്ങിയിട്ട് പേപ്പർ ഞാൻ പേപ്പർ കൊടുത്തു. ടാക്സ് ഒക്കെ കറക്റ്റാണോ, കപ്പാസിറ്റി ഓക്കെ ആണോ, അങ്ങനെ എന്തൊക്കെയോ ചോദ്യങ്ങൾ ചോദിച്ചു. എല്ലാം ഓക്കെ ആയിരുന്നു. അതുകൊണ്ട് എന്നെ അദ്ദേഹം വിടുകയാണ്. അപ്പോൾ ഞങ്ങൾ പോയി. ഇപ്പം ഞാൻ അച്ഛനോട് പറയുകയാണ്, അങ്ങനെ അച്ഛാ, ഈവൻ ഇഫ് നമ്മൾ തെറ്റ് വല്ലതും ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ കൂടെ എൻ്റെ കയ്യിലൊരു പൊടിക്ക ഉണ്ടായിരുന്നു. ഞാൻ വെച്ചാൽ എന്താണെന്ന് ചോദിച്ചു അച്ഛൻ. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കറിയാം ആളെ രക്ഷാധികാരിയായിരുന്നു ബാലജന സഖ്യത്തിന്. അപ്പം ഞാൻ പറയും ഞാൻ കണ്ട് പരിചയമുണ്ട് വിനോദേട്ടാ, ഒന്ന് വിടണം എന്ന് ഞാൻ പറയുമായിരുന്നു എന്ന് പറഞ്ഞു അച്ഛനോട്. അപ്പോൾ അച്ഛൻ ചോദിച്ചു, ബാലജൻ സഖ്യത്തിൽ 5-10 കൊല്ലം നീ പ്രവർത്തിച്ചിട്ട് ഇതാണോ ആളോട് ചോദിക്കാൻ പോകുന്നത്? അപ്പോൾ ആൾ എന്താണ് വിചാരിക്കുക? ബാലജൻ സഖ്യത്തിൽ 5-10 വർഷം വർക്ക് ചെയ്ത് നീ അല്ലെങ്കിൽ പ്രവർത്തിച്ച നീ ഇതാണോ പഠിച്ചതെന്ന് ചോദിക്കൂലെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ബാലജൻ സഖ്യത്തിൽ 5-10 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ നമ്മൾ തെറ്റൊന്നും ചെയ്യാതിരുന്നതും അദ്ദേഹം നമ്മളെ വിട്ടതും എന്ന് പറഞ്ഞു. അത് ഓർമ്മ ഉണ്ടോ പറഞ്ഞോടെ വിനോദേട്ടാ? ഓർക്കാൻ സാധ്യതയില്ല, കാരണം ഞാനന്ന് ചോദിച്ചിട്ടില്ല, ഞാൻ ഈ കാര്യം ചോദിച്ചിട്ടില്ല. ആക്ച്വലി ഞാനന്ന് റവന്യൂ സർവീസ് കിട്ടി കസ്റ്റംസിൽ നിൽക്കുന്ന സമയത്താണ്. അന്ന് പിടിച്ചാൽ കോമഡി ആയിരുന്നു, വേറെ വിഷയം. പക്ഷെ എന്തുകൊണ്ടാണ് ഞങ്ങൾ തെറ്റും ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ആൾ ചെക്ക് ചെയ്ത് ഓക്കെ ആയി, ഞങ്ങളെ വിട്ടു. അപ്പോൾ ഇങ്ങനത്തെ പല പ്രഗത്ഭന്മാരെയും നമ്മൾ കാണുന്നത് ഈ ബാലജൻ സഖ്യത്തിലാണ്. ബാലജൻ സഖ്യത്തിൽ വരുമ്പോൾ അദ്ദേഹം ഒരു രക്ഷാധികാരി മാത്രമാണ് യൂണിയനിൽ. ആളെന്താണ് ചെയ്യുന്നതെന്ന് നമുക്ക് അറിഞ്ഞൂടാ. ഇവർ മലയാള മനോരമയുടെ ആഭിമുഖ്യത്തിൽ കുറേ ക്യാമ്പുകൾ സംഘടിപ്പിക്കാറുണ്ട്. ഈ പല പല സിവിൽ സർവൻസ് അല്ലെ പല മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ആൾക്കാർ വന്നിട്ട് ക്യാമ്പുകൾ അറ്റൻഡ് ചെയ്യും. കുട്ടികൾക്ക് നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് അവിടെ. നമ്മൾ ഇതുവരെ കാണാത്ത കാര്യങ്ങൾ, കേൾക്കാത്ത കാര്യങ്ങളൊക്കെ പഠിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ്. സോ ബാലജൻ സഖ്യം ഞാൻ 2017 ഇവിടെ ഈ സ്വീകരണം തരുന്ന സമയത്ത് ഞാൻ പറഞ്ഞ ഒരേ ഒരു കാര്യം പവിത്രേട്ടനോടാണ് ഞാൻ പറഞ്ഞത്, ഗംഗേട്ടനോട് ഉണ്ടായിരുന്നു എൻ്റെ ഓർമ്മ. ബാലജൻ സഖ്യം നിന്ന് പോയിരുന്നു, അത് നിങ്ങൾ തിരിച്ച് പിന്നെയും കൊണ്ടുവരണം, പുനഃസ്ഥാപിക്കണം. കാരണം ബാലജൻ സഖ്യം എത്രത്തോളം കുട്ടികൾക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്ക് പറയാൻ പറ്റും. കാരണം എനിക്കിപ്പോഴും എണ്ണ തേച്ചിരിക്കുന്ന എപ്പിസോഡ് ഓർമ്മയുണ്ട്. അപ്പോൾ എനിക്ക് ആധികാരികമായിട്ട് പറയാൻ പറ്റും, ഇങ്ങനെയാണ്, ഇത് ആവശ്യമുണ്ട്, കുട്ടികൾക്ക് ഇത് ആവശ്യമുള്ളൊരു കാര്യമാണ്. അങ്ങനെ അതിൻ്റെ ഫീൽ എനിക്ക് ശരിക്കും മനസ്സിലാവും. കുട്ടികൾക്ക് വളരെ നല്ലൊരു ഒരു 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 അവന്യൂ ആണ് ബാലജൻ സഖ്യം എന്ന് പറയുന്നത്. ഇതിന് ശേഷം പിന്നെ എന്താ പറയുക, ബാലജൻ സഖ്യയിൽ കുറേ കാലം പുതിയ കലാവിയായിട്ട് ടച്ചൊന്നും ഉണ്ടായിരുന്നില്ല, അതങ്ങനെ വിട്ടുപോയി. പക്ഷേ എനിക്കിപ്പോൾ ഈ ഒരു വേദിയിൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ബാലജൻ സഖ്യം കൊണ്ടുവരണമെന്ന് പറഞ്ഞു, കൊണ്ടുവന്നു. അത് ഞാൻ പറഞ്ഞുകൊണ്ടാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ അത് നല്ലൊരു കാര്യമാണ്. അതേപോലെ ഒരു യുവാക്കൾക്കായിട്ട് ഒരു യൂത്ത് ഇത് കൂടെ കൊണ്ടുവരണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്, ഒരു അപേക്ഷിക്കുകയാണ്. കാരണം അവിടെ ഇപ്പോൾ ഉണ്ടോ എനിക്ക് അറിഞ്ഞൂടാ, കലാവിധിയിൽ ഇപ്പോൾ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. യൂത്തിന് വേണ്ടിയിട്ട് ഒരു കൂട്ടായ്മ. കാരണം ബാലജന സഖ്യമുണ്ട്, എക്സ്പീരിയൻസ് മെമ്പേഴ്സിൻ്റെ മുതിർന്നവരുടെ കൂട്ടായ്മയുണ്ട്, പക്ഷെ നടുവിൽ മിസ്സിംഗ് ആയിട്ടുള്ള ഒരു ഗ്യാപ്പ് ഉണ്ട്. കാരണം ഞാൻ പറയാൻ കാരണം, ഞാനിപ്പോൾ ഇങ്ങനെ നമ്മുടെ സകലേശ്വര അമ്പലം ആ വഴിയിൽ വരുമായിരുന്നു, വീട്ടിലേക്ക് വരുമ്പോൾ 2-3 സ്ഥലത്ത് ഞാൻ ഇങ്ങനെ ഫ്ലെക്സ് കണ്ടു, ലഹരി സംബന്ധമായ വിഷയങ്ങൾ കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ ഇന്ന് ഈ നമ്പറിൽ വിളിച്ചു പറയുക, അങ്ങനെ പറഞ്ഞിട്ട് കുറേ ബോർഡ് കണ്ടു. ഇപ്പം എമ്പുരാൻ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ലൂസിഫർ കണ്ടിട്ടുണ്ടാവും, ഓഫീസർ ഓൺ ഡ്യൂട്ടി കണ്ടിട്ടുണ്ടാവും, ഇപ്പോഴത്തെ ഒരു സിനിമാ നടനെ പറ്റിയുള്ള ന്യൂസുകൾ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും.
നമ്മൾ എക്കാലത്ത് ഇല്ലാത്തത്ര ലെവലിൽ ലഹരിയുടെ ഉപയോഗം ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ചുറ്റും നമുക്ക് കാണാൻ സാധിക്കും. ഓഫീസർ ഓൺ ഡ്യൂട്ടി പോലെ ഒരു ഫിലിം കണ്ട ആൾക്ക് പലപ്പോഴും പേടിയാവാൻ സാധ്യതയുണ്ട്. ഞാനൊരു പോലീസ് ഓഫീസർ ആണെങ്കിൽ കൂടെ ഇത് എഗെയിൻസ്റ്റ് ഒരു ആക്ഷൻ എടുത്താൽ എൻ്റെ ഫാമിലിക്ക് എന്താ സംഭവിക്കുക എന്നുള്ള പോലെ ഒരു പേടി വരെ വരാൻ സാധ്യതയുള്ള പോലെയാണ് ആ ഫിലിമേ എടുത്ത് വെച്ചേക്കുന്നത്. അപ്പോൾ സാധാരണക്കാരൻ്റെ കാര്യം പറയണ്ട. ഇപ്പോൾ കലാവധി പോലുള്ള ഒരു കൂട്ടായ്മയിൽ ഒരു യുവാക്കൾക്കായിട്ട് ഒരു കൂട്ടായ്മ കൊണ്ടുവന്നാൽ നമുക്ക് ഈ ലഹരി പോലത്തെ പ്രശ്നങ്ങൾക്കെതിരെ ഒരു കൂട്ടായ്മയിലേ ഇത് പ്രവർത്തിക്കാൻ പറ്റും. ഒരാൾ ഇതിനെതിരെ പടവരുതാനൊന്നും പറ്റുന്ന കാര്യമല്ല. ഇപ്പോൾ ചെന്നൈയിൽ ഞാൻ വർക്ക് ചെയ്യുന്നത് ചെന്നൈ കോർപ്പറേഷനിലാണ്. അവിടുത്തെ പോലീസ് ആളുകളെ എനിക്ക് നന്നായിട്ട് അറിയാം, പോലീസുകാരെ നന്നായിട്ട് അറിയാം. അവർ പറയുന്ന ഒരു കാര്യം ഇതാണ്: കുട്ടികളിൽ MDMA, മെത്ത്, കൊക്കെയിൻ, ഹെറോയിൻ എന്താണെന്ന് പാരൻസിന് പോലും അറിഞ്ഞൂടാ. അതാണ് അവസ്ഥ. അപ്പോൾ അതിനൊരു അവബോധം സൃഷ്ടിക്കണം, ഒരു അവയർനെസ് കൊടുക്കണമെങ്കിൽ ഇതുപോലത്തെ കൂട്ടായ്മകൾക്കേ പറ്റുള്ളൂ. ഇപ്പോൾ ചെന്നൈയിൽ ഞങ്ങൾ ചെയ്യുന്ന ഒരു കാര്യം ഞാൻ പറയാം. കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് നിങ്ങൾക്ക് പലർക്കും അറിയാണ്ടാവും. 2% ഒരു കമ്പനിയുടെ അതിൻ്റെ ടോട്ടൽ അസറ്റിൻ്റെ അല്ലെങ്കിൽ ലാഭത്തിൻ്റെ ഒരു നിശ്ചിത അളവിന് ശേഷം പോവുകയാണെങ്കിൽ ആ കമ്പനിയുടെ പ്രോഫിറ്റിൻ്റെ ലാഭത്തിൻ്റെ 2% അവർ സോഷ്യൽ റെസ്പോൺസിബിലിറ്റിക്ക് സ്പെൻഡ് ചെയ്യണമെന്നുണ്ട്. അതായത് സാമൂഹ്യമായിട്ടുള്ള കാര്യങ്ങളിൽ അവർ ഇടപെട്ട് 2% ചെലവഴിക്കണം. അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പോൾ ഞങ്ങൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ കോർപ്പറേഷൻ NGOs ഉണ്ടാവും, ഇതേപോലത്തെ ക്ലബ്ബുകൾ, പുതിയ കലാവധി പോലത്തെ ക്ലബ്ബുകൾക്ക് ഈ റെസിഡൻറ്റ് വെൽഫെയർ അസോസിയേഷനെ ടൈപ്പ് ചെയ്യും. ഇവിടെ ഇപ്പം സഹൃദയുണ്ട്, ഹരിത ഉണ്ട്, അങ്ങനെ കുറേ റെസിഡൻറ്റ് വെൽഫെയർ അസോസിയേഷൻ നമുക്ക് ചുറ്റുവട്ടത്തുണ്ട്. അവർക്ക് പക്ഷേ ഫണ്ട് ഉണ്ടാവാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. അപ്പോൾ ഈ CSR ഫണ്ടിങ് ആക്ച്വലി കമ്പനികൾ ഇത് സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്, എങ്ങനെ എവിടെ ചിലവാക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. പക്ഷേ നമ്മുടെ ഇവിടുത്തെ റെസിഡൻറ്റ് വെൽഫെയർ അസോസിയേഷൻ്റെ കയ്യിൽ ഫണ്ടും ഇല്ല. ഇത് രണ്ടും ടൈപ്പ് ചെയ്ത് കൊടുത്തതാണെങ്കിൽ ഇതേപോലത്തെ ആക്ടിവിറ്റീസിനും സ്പോർട്സ് ആർട്സിനൊക്കെ കുറേ ഫണ്ട് കിട്ടും. ഇപ്പോൾ ഞാൻ കൗൺസിലറോട് സംസാരിക്കുകയായിരുന്നു, ആളുടെ ഫണ്ടും ലിമിറ്റഡ് ആണ്. കാരണം ഒരു വാർഡിൽ ഇത്ര ചിലവഴിക്കാൻ പറ്റുള്ളൂ, അതിനുശേഷം ചിലവഴിക്കാൻ പറ്റില്ല. പക്ഷേ ചിലവുകൾ ഭയങ്കര ക്രമാതീതമായി കൂടുതലായിരിക്കും. ചെന്നൈ കോർപ്പറേഷൻ്റെ ബഡ്ജറ്റ് 7,000-8,000 കോടിയാണ്. എങ്കിൽ കൂടെ ചില വാർഡുകൾ ഒന്നും എത്താറില്ല. അത് ഞാൻ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി കലാവേദി അല്ലെങ്കിൽ ബാലജനസംഖ്യം പോലത്തെ സംഘടനകൾക്ക് ഇത് കൊണ്ടുവന്ന് ലിങ്ക് ചെയ്ത് വിട്ടാൽ മതി, പിന്നെ നടന്നോളും. റെസിഡൻറ്റ് വെൽഫെയർ അസോസിയേഷൻ ഏറ്റുപിടിച്ചോളും. അത് ചെയ്താൽ വളരെ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുകയാണ്. ആൻഡ് ഞാനൊരു ചെറിയൊരു കഥ കൂടെ ഞാൻ പറയാം. ഞാൻ വായിച്ചൊരു കഥയാണ്, ബട്ട് നടന്ന കഥയാണ്. യെല്ലോസ്റ്റോൺ നാഷണൽ പാർക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു നാഷണൽ പാർക്ക് അമേരിക്കയിൽ. അവിടെ നമ്മുടെ ഇവിടുത്തെ സൈലന്റ് വാലി പോലെ തന്നെ നാഷണൽ പാർക്കാണ്, ദേശീയ ഉദ്യാനം എന്ന് പറയും. അവിടെ ഒരു കാലഘട്ടത്തിൽ ഒരു 30 കൊല്ലം മുന്നേ അവിടെ വലിയൊരു വരൾച്ച വന്നെന്ന് പറഞ്ഞാൽ അവിടെ ഉള്ള എല്ലാ ജീവികളും ചാവാൻ തുടങ്ങി, നീരുറവ ഇല്ലാതെ പോയി, നദി വറ്റുവരണ്ടു, മരങ്ങൾ ഇല്ലാതായി, പുല്ല്, ഗ്രാസ്, മെഡോസ് എല്ലാം ഇല്ലാതായി, ആകെ കുറച്ച് മാനുകൾ മാത്രം ബാക്കി വന്നു. അപ്പോൾ അവിടെയുള്ള US ഗവൺമെൻറ് ഒരു സ്റ്റഡിയൊക്കെ നടത്തി. അവർക്ക് മനസ്സിലാവുന്നില്ല എന്താ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഇല്ലാതായി പോകുന്നതെന്നുള്ളത്. ദേശീയ ഉദ്യാനത്തിനുള്ളിൽ മൃഗങ്ങൾ ചാവുന്നു, പക്ഷികൾ ഇല്ലാതാവുന്നു, മരങ്ങൾ ഇല്ലാതാവുന്നു. അപ്പോൾ ഒരു സ്റ്റഡി നടത്തി, അവർക്ക് മനസ്സിലാവുന്നില്ല. എന്നിട്ട് എന്താ ചെയ്തതെന്ന് വെച്ചാൽ അവിടെയുള്ള കുറച്ച് കാരണവന്മാർ, ആ ഏരിയയിലുള്ള കാരണവന്മാരുടെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കി അവരോട് ചോദിച്ചു എന്താ ചെയ്യാൻ പറ്റുക. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ കുറേ കാലമായി പറയുന്നു കുറച്ച് ചെന്നായ്ക്കളെ കൊണ്ടുവിടുക, അവിടെ ചെന്നായ്ക്കളിട്ടാൽ എല്ലാം ശരിയായിക്കോളും എന്ന് പറയുന്നു. ഇപ്പോൾ ചെന്നായ്ക്കൾ എന്ന് പറയുന്നത് ആൾക്കാർ സ്വാഭാവികമായിട്ട് വിചാരിക്കുക അവിടെ കുറച്ച് മാനുകൾ കൂടെ മാത്രമേ ബാക്കിയുള്ളൂ. ഈ ചെന്നായ്ക്കളെ ഞാൻ അവിടെ കൊണ്ടിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മാനുകളെ കൂടി പിടിച്ച് തിന്നും, പിന്നെ അവിടെ ഒന്നും ഉണ്ടാവില്ല. എങ്ങനെയാണ് ഞാൻ ചെന്നായ്ക്കളെ അവിടെ കൊണ്ടുവിടുക എന്ന് ഗവൺമെൻറ് വിചാരിക്കും. എന്നാലും ഈ കാരണവന്മാരുടെ പ്രഷറിലും ഈ ലോക്കലിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻ ആയതുകൊണ്ടും ഗവൺമെൻറ് ആക്ട് ചെയ്ത് ഒരു 14 ചെന്നായ്ക്കളെ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അതിനുശേഷം ഒരു 5-10 കൊല്ലം ഒരു ചേഞ്ചും വരുന്നില്ല. പക്ഷേ ഇപ്പോൾ യെല്ലോസ്റ്റോൺ നാഷണൽ പാർക്ക് ഒന്ന് ഞങ്ങൾ ഗൂഗിൾ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും ഈ കഥ. ഇപ്പോഴത്തെ അതിൻ്റെ അവസ്ഥ നോക്കുകയാണെങ്കിൽ നീരുറവ തിരിച്ചു വന്നു, കുറുക്കൻ, എലി മുതലായ ചത്തുപോയ ജീവനാശം സംഭവിച്ച ജീവികൾ തിരിച്ചു വരുന്നു, മരങ്ങൾ വലുതാവുന്നു, ബീവേഴ്സ് വരുന്നു, നദിയിലും പിന്നെയും വെള്ളം വരുന്നു. അങ്ങനെ ആ യെല്ലോസ്റ്റോൺ നാഷണൽ പാർക്ക് പഴയ പ്രൗഢിയിലേക്ക് തിരിച്ചു വരികയാണ്. എന്താണ് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1800-കളിൽ അവിടെ ഉണ്ടായിരുന്ന ഈ ചെന്നായ്ക്കളെ കൊല്ലാൻ അവിടെയുള്ള US പ്രസിഡന്റ് ഓർഡർ ചെയ്യുകയാണ്. ആ ചെന്നായ്ക്കളെ കൊല്ലുന്നു. അതോടെ മാനുകളുടെ എണ്ണം ക്രമാതീതമായി കൂടുന്നു. മാനുകൾ കഴിക്കുന്ന എന്താണ്? പച്ചപ്പാണ്. പച്ചപ്പെല്ലാം കഴിച്ചു കഴിഞ്ഞാൽ ചെറിയ ജീവികൾക്ക് ജീവിക്കാൻ പറ്റില്ല. സ്വാഭാവികമായി ചെറിയ ജീവികളില്ലെങ്കിൽ കുറുക്കൻ പോവും, എലി പോവും, എല്ലാം പോയി, പിന്നെ ഒന്നുമില്ല, എല്ലാം മോശാവസ്ഥയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഈ ഒരു കാരണവന്മാരുടെ ഇൻ്റർവെൻഷൻ കൊണ്ട്, നമ്മൾ ഈ പറയുന്ന സോക്കോൾഡ് കാരണവന്മാരുടെ ഇൻ്റർവെൻഷൻ കൊണ്ട് ആ പാർക്ക് തിരിച്ച് നന്നാവുകയാണ്. ആ ഇൻ്റർവെൻഷൻ കൊണ്ട് ഞാൻ എന്താ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കലാവേദിയും ഇതേപോലെ കുറച്ച് കാരണവന്മാരാണെന്ന് വിചാരിക്കുക. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇമ്മീഡിയറ്റ്ലി റിസൾട്ട് വരണമെന്നില്ല. ഇമ്മീഡിയറ്റ്ലി റിസൾട്ട് വരാം. ചില എൻ്റെ ഓഫീസേഴ്സ് ഞാൻ കാണാറുണ്ട്. ഇപ്പോൾ ഞാൻ തമിഴ്നാട് കേഡറാണ്. ഞാൻ 5-6 വർഷത്തിൽ കുറേ ഓഫീസേഴ്സിനെ കണ്ടിട്ടുണ്ട്.
ചില ആൾക്കാർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്നത് ഞാൻ ഈ പോസ്റ്റ് വിട്ട് പോകുന്നതിന് മുന്നേ എനിക്ക് റിസൾട്ട് വരണം എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്ന കുറേ കോപ്രായങ്ങൾ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ചില ആൾക്കാർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ക്രെഡിറ്റ് കിട്ടാൻ സാധ്യതയില്ല, കാരണം ഇതിൻ്റെ റിസൾട്ട് വരുന്നത് 5 കൊല്ലത്തിന് ശേഷമായിരിക്കും, എന്നാലും ഞാനിത് ചെയ്യാണ് കാരണം നാടിന് ഇത് നല്ലതാണ് എന്നുള്ള രീതിയിൽ ചെയ്യുന്ന ഓഫീസേഴ്സ് ഉണ്ട്. ആ രണ്ടാമത് പറഞ്ഞ കാറ്റഗറി ഓഫീസേഴ്സ് പോലെയാണ് പുതിയ കലാവേദി. നിങ്ങൾ ചെയ്യുന്ന വർക്കിന് ഇമ്മീഡിയറ്റ്ലി റിസൾട്ട് വരണമെന്ന് യാതൊരു സാധ്യതയില്ല, ചാൻസസും ഇല്ല. പക്ഷെ നിങ്ങൾ ചെയ്യുന്നത് ഒരു ലോങ് ടേം പ്രൊജക്റ്റാണ്. സോ അത് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ചില സജഷൻസ് പറയുന്നത്. ഇവിടെ എത്ര പേര് വായിച്ചിട്ടുണ്ടാവുമെന്ന് പറഞ്ഞാൽ നമ്മുടെ വിനോദേട്ടൻ, വെള്ളിയാറാട്ട് വിനോദ രാമാനന്ദ് എന്ന് പറയും, അങ്ങനെ എഴുതിയൊരു 9 എന്ന് പറഞ്ഞൊരു നോവലുണ്ട്. എത്ര പേര് വായിച്ചിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാനൊരു 3-4 പ്രാവശ്യം വായിച്ചിട്ടുണ്ട്. ചെന്നൈയിൽ താമസിക്കുമ്പോൾ ഗൃഹാതുരത്വം ഉണരുമ്പോൾ ആക്രമിക്കപ്പെടുമ്പോൾ ഞാൻ അഭയം പ്രാപിക്കുന്ന ഈ 9 എന്നുള്ള നോവലിലാണ്. അത് നമ്മുടെ ഈ നാട്ടിൽ കലാവേദിയുടെ ചരിത്രം ഇവിടെ എത്ര പേര് വായിച്ചെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അത് ആമസോണിലാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ആർക്കെങ്കിലും വായിക്കണമെങ്കിൽ ഞാൻ ലിങ്ക് അയച്ചു തരാം. ആമസോണിൽ ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്, കിൻഡിൽ ഡൗൺലോഡ് ചെയ്താൽ മതി. സോ നമ്മുടെ നാട്ടിൽ ഈ പുതിയ കലാവേദി 1966 ഒരു സംഘം പൊറാട്ട് നാടകം നടത്തിക്കൊണ്ടിരുന്ന ഒരു കൂട്ടം യുവാക്കൾ, ഇന്ന് തിരുവാതിരയ്ക്ക് നിങ്ങൾക്ക് അറിയാം പൊറാട്ട് നാടകം എന്താണെന്നുള്ളത്. അത് നടത്തിക്കൊണ്ടിരുന്ന ഒരു കൂട്ടം യുവാക്കൾ എങ്ങനെ കലാസമിതി വേണമെന്ന് ആഗ്രഹിക്കുകയും ഇവിടെ പുതിയ കലാവേദി എങ്ങനെ സ്ഥാപിച്ചത് എന്നുള്ളതിൻ്റെ ഒരു ഹിസ്റ്ററി പോലെയാണ് ആ നോവൽ എഴുതുന്നത്. അതിൽ റിയൽ ലൈഫ് ക്യാരക്ടേഴ്സ് അല്ല, പേരൊക്കെ മാറ്റിയിട്ടുണ്ട്, ഈ വീട്ടുപേര് മാറ്റിയിട്ടുണ്ട്, ആളുകളുടെ പേര് മാറ്റിയിട്ടുണ്ട്, കഥാപാത്രങ്ങളാണ്, നാടിൻ്റെ പേര് മാറ്റിയിട്ടുണ്ട്. നല്ല രസമാണ് വായിച്ചിരിക്കാൻ. സോ ആ ബുക്ക് ഞാൻ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു 5 കൊല്ലം ഞാൻ ആദ്യമായിട്ട് വായിച്ചത്. പക്ഷേ എനിക്ക് അത്രയും കാലം ഇല്ലാത്തൊരു അഭിമാനം എന്താണ് ഉണ്ടായതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അച്ഛൻ ആക്ച്വലി ഇതിൻ്റെ സ്ഥാപക മെമ്പർമാരിൽ ഒരാളായിരുന്നു എന്നുള്ളത് അപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്. ആക്ച്വലി പണ്ട് എൻ്റെ ഫ്രണ്ട്സ് ആക്ച്വലി ഇവിടെ മരത്തപ്പള്ളി ഇമ്പിച്ചക്കുമാണ് എൻ്റെ അച്ഛൻ്റെ പേര്. അദ്ദേഹം ഇവിടെ ഒരു കട നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ തമാശ രൂപമാണ് ഞാൻ പറയുകയാണ്. എൻ്റെ ഫ്രണ്ട്സ് ഇവിടെ കളിയാക്കുമായിരുന്നു, അച്ഛൻ്റെ പീടികയിൽ വെയിറ്റ് കുറച്ച് കുറവാണ്, ഈ വെയിറ്റ് ഇടുന്നത് ശരിയാവുന്നില്ല, ക്വാളിറ്റി കുറവാണ്, കുറച്ച് ചുമ്മാ കളിയാക്കുമായിരുന്നു, ചുമ്മാ ഫ്രണ്ട്സ് തമ്മിൽ. ഇപ്പം എനിക്ക് അഭിമാനപൂർവ്വം പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ എൻ്റെ അച്ഛൻ ആക്ച്വലി ഒരു ഹീറോ ആയിരുന്നു എന്നുള്ള പോലെ. ആ ബുക്ക് വായിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ആളുടെ ആ ഒരു കഥ കുറേ എക്സാജറേഷൻ ആണെങ്കിൽ കൂടെ ഒരു കലാവിധി പോലെ പൈതൃകം പേറുന്ന ഒരു ചരിത്രമുള്ള ഒരു ക്ലബ്ബ് സ്ഥാപിക്കുന്നതിൽ എൻ്റെ അച്ഛൻ മെമ്പറായിരുന്നു, അല്ലെങ്കിൽ അതിന് വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന് ഞാൻ അറിയുന്നത് ഈ ബുക്കിലൂടെയാണ്. സോ അത് വലിയൊരു അനുഭവം തന്നെ, നല്ലൊരു അനുഭവം തന്നെയായിരുന്നു. ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പല വ്യക്തികളുടെയും സക്സസ് അല്ലെ വിജയം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉയർത്തി കാണിക്കുന്നത് ആ വ്യക്തികളുടെ മാത്രം വിജയം ആവണമെന്നില്ല ഒരിക്കലും. പലപ്പോഴും ഇതേപോലത്തെ ക്യാരക്ടേഴ്സ്, ഇപ്പോൾ എൻ്റെ അച്ഛൻ 1966 ആ ക്ലബിന് വേണ്ടിയിട്ട് പരിശ്രമിച്ചൊരു ക്ലബ്ബ് ഉണ്ടാക്കുന്നു. 50 വർഷത്തിന് ശേഷം 2016 കറക്റ്റ് ഞാൻ ഇവിടെ വന്നിട്ട് സിവിൽ സർവീസ് എക്സാം ക്ലിയർ ചെയ്ത് ഒരു സ്പീച്ച് കൊടുക്കുന്നു. അതിൻ്റെ ഒരു ടേൺ ഓഫ് ഇവൻറ്റ്സ് നോക്കൂ നിങ്ങൾ. 50 വർഷം, അതിൻ്റെ 50ാം വാർഷികത്തിലാണ് ആക്ച്വലി എൻ്റെ സിവിൽ സർവീസ് ക്ലിയർ ആവുന്നത്. സോ അങ്ങനെ ചില ആൾക്കാർ കാരണവന്മാർ ചെയ്ത പുണ്യം എന്നൊക്കെ പറയാറില്ല, ആക്ച്വലി ഇതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മൾ അന്ന് ചെയ്തിടുന്ന ഒരു കാര്യം പിന്നെ നമ്മുടെ നാട്ടുകാർക്കും നമ്മുടെ നാട്ടിലെ പല ആൾക്കാർക്കും അത് ഒരു ഉപയോഗമാവുക എന്നുള്ളത് വളരെ നല്ലൊരു കാര്യമാണ്. ഇത് ഞാൻ പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ നാഷണൽ പാർക്കിൻ്റെ, യെല്ലോസ്റ്റോൺ നാഷണൽ പാർക്കിൻ്റെ കഥ പോലെ നമ്മളിപ്പോൾ ചെയ്യുന്നത് 10, 20, 30, 40, 50 വർഷത്തിന് ശേഷമായിരിക്കും അതിൻ്റെ റിസൾട്ട് വരിക. പക്ഷേ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. എൻ്റെ റിസൾട്ട് വന്ന സമയത്ത് ഏതോ ഒരു ന്യൂസ് പേപ്പർ എഴുതി ഒപ്പിച്ച ഒരു കുസൃതിയാണ്. കുറച്ച് സിമ്പതിയുള്ള സ്റ്റോറീസ് വേണമെന്ന് പറഞ്ഞിട്ട് അവരെന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും ന്യൂസ് പേപ്പർ വിറ്റോ അല്ലെങ്കിൽ ഐസ്ക്രീം വിറ്റോ എന്തെങ്കിലും നിങ്ങൾ അങ്ങനെ വല്ല സിമ്പതി കിട്ടുന്ന വല്ല കാര്യങ്ങളും ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു ചുമ്മാ എന്നോട്. ഞാൻ പറഞ്ഞു ഞാൻ ന്യൂസ് പേപ്പർ ഇട്ടിട്ടുണ്ട്, അതൊക്കെ എൻ്റെ ഒരു രസത്തിന് വേണ്ടി ചെയ്തതാണ്. ഐസ്ക്രീം വിറ്റിട്ടുണ്ട്. നമ്മൾ സ്വയം സഹായ സംഘം എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ഇതിൻ്റെ മെമ്പറാണ്, ഒരു സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പിൻ്റെ മെമ്പറാണ്. ഇവിടെ നാട്ടിലെ ഒരുപറ്റ യുവാക്കളുടെ ഒരു കൂട്ടായ്മയാണ്. അതിൻ്റെ ഭാഗമായിട്ട് കൂറ്റഞ്ചേരി അമ്പലത്തിൽ ഉത്സവം നടക്കുമ്പോൾ ഞങ്ങൾ ഐസ്ക്രീം വിൽക്കാറുണ്ട്. ഇവർ നെക്സ്റ്റ് ഡേ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഐസ്ക്രീം വിറ്റും പത്രം വിറ്റും പഠിച്ച് സിവിൽ സർവീസ് ക്ലിയർ ചെയ്ത ഈ ആളെന്ന് പറഞ്ഞിട്ട് അത് ഭയങ്കര സിമ്പത്തറ്റിക് ആയിട്ട് ഒരു ആർട്ടിക്കിൾ പോലെ എഴുതി. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ചില കാര്യങ്ങൾ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും ഒരു വ്യക്തിയുടെ കേന്ദ്രീകൃതമാകരുത്. ഒരു എക്സാമ്പിളും ഒരു സക്സസ് സ്റ്റോറിയും ഒരു വിജയവും ഒരു വ്യക്തിയാണ് ചെയ്തതെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. ഇതേപോലത്തെ ക്ലബ്ബുകളുണ്ട്. എൻ്റെ അച്ഛനും അമ്മയും കഷ്ടപ്പെട്ടത്ര ആരും കഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. പക്ഷേ അവർക്ക് ആ ക്രെഡിറ്റ് മൊത്തം പോയത് ഞാൻ ഐസ്ക്രീം വിറ്റതിലേക്ക് മാറി. അപ്പം ഒരു പറ്റം യുവാക്കൾക്ക് പിന്നെ അല്ലെങ്കിൽ ഇതേപോലത്തെ മുതിർന്നവർക്ക് ഇവിടെ ഒരു ക്ലബ്ബ് നടത്താനുള്ള ഊർജ്ജം പോലും ഇല്ലാതാവുകയാണ് അങ്ങനത്തെ എക്സാമ്പിൾ കോട്ട് ചെയ്യുമ്പോൾ. അപ്പം ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ പല സക്സസ് സ്റ്റോറീസ് നാട്ടിലുണ്ട്. ഈ ക്ലബ്ബ് കാരണം രക്ഷപ്പെട്ട അല്ലെങ്കിൽ വളരെ ഉന്നതമായ നിലയിലത്തെ പല ആൾക്കാരുണ്ട്. അവർ ഇവിടെ വന്നിട്ട് നന്ദി പ്രകടനം നടത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകണം. അങ്ങനെ പോകും, അതിനുള്ള സാഹചര്യം ഉണ്ടാവും. പക്ഷെ നമ്മൾ അവരുടെ സക്സസ് അല്ലെ വിജയമോ മാത്രമാക്കി അത് ഒതുക്കരുത്. ഇതേപോലത്തെ ക്ലബിന് അതിൽ വലിയ പങ്കുണ്ട്. ഇനിയും ഒരുപാട് പേര് ഇതേപോലെ ഇവിടെ വന്ന് നന്ദി പ്രകടനം നടത്താനുള്ള സാഹചര്യം ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഈ കലാവിധിയുടെ 59ാമത് വാർഷിക ആഘോഷ പരിപാടികൾ
ഔപചാരികമായി ഞാൻ ഉദ്ഘാടനം ചെയ്യട്ടെ. ഒരുപാട് നന്ദി, നമസ്കാരം, എല്ലാവർക്കും ആശംസകൾ. Thank you, sir. Thank you for your valuable words. അടുത്തതായി നമ്മളുടെ ഈ പരിപാടിയുടെ മുഖ്യാതിഥിയായി നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ 10ാം വാർഡ് കൗൺസിലർ ശ്രീ ഒ സദാശിവൻ സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നമ്മുടെ യോഗ അധ്യക്ഷൻ, പുതിയുഗ കലാവേദിയുടെ പ്രസിഡന്റ് ശ്രീ പവിത്രേട്ടൻ, ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിച്ചിട്ടുള്ള നമ്മുടെയൊക്കെ അഭിമാനമായിട്ടുള്ള പുതിയുഗ കലാവേദിയുമായി ബന്ധപ്പെട്ട് മുൻകാലത്ത് തന്നെ പ്രവർത്തിക്കുകയും ഇന്ന് ചെന്നൈ കോർപ്പറേഷൻ, ഗ്രേറ്റർ ചെന്നൈ കോർപ്പറേഷൻ്റെ റീജിയണൽ ഡെപ്യൂട്ടി കമ്മീഷണറായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്ന MP അമിത്, ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന ലക്ഷ്മണൻ മാസ്റ്റർ, അതേപോലെ തന്നെ റിപ്പോർട്ട് അവതരിപ്പിച്ച അഭിലാഷ്, മലയാള മനോരമ ബാലജന സഖ്യത്തിൻ്റെ രക്ഷാധികാരി ശ്രീ വിനോദ് കുമാർ P, നന്ദി പ്രകാശിപ്പിക്കുന്ന രാജേഷ് മാസ്റ്റർ തുടങ്ങി ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന എൻ്റെ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാർ, വളരെ ഫലപ്രദമായ ഒരു പരിപാടിയുടെ ഉദ്ഘാടന ചടങ്ങാണ്. ആ ചടങ്ങിന് വേണ്ടി നീക്കിവെക്കപ്പെട്ട സമയം ഇത്രയെന്നുള്ളതിനെ സംബന്ധിച്ചൊരു കാഴ്ചപ്പാടുണ്ട്. തിരുവാതിര കളി കാണണമെന്ന ആഗ്രഹമുണ്ടായിരുന്നു, ആ സമയത്ത് എത്തിപ്പെടാൻ കഴിഞ്ഞിരുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം കണ്ടിരുന്നു പൂർണ്ണമായി. ഇവിടെ പറഞ്ഞതുപോലെ പുതിയുഗ കലാവേദി 10-59 വർഷം പിന്നിട്ടു. ഒരു ഇരുണ്ട കാലത്ത് കലാസാംസ്കാരിക പ്രവർത്തനത്തിൻ്റെ ഭാഗമായി പ്രവർത്തിച്ച അക്കാലത്തെ മഹാരഥന്മാർ പടുത്തുയർത്തിയിട്ടുള്ള ഈ മഹാപ്രസ്ഥാനം ഇന്നും നല്ലതുപോലെ ഈ നാടിന് വെളിച്ചം പകർന്നുകൊണ്ട് നിലനിൽക്കുന്നു, അല്ലെങ്കിൽ നിലനിർത്തുന്നു എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കലാസാംസ്കാരിക പ്രവർത്തനം വളരെ ശക്തിയായി നടന്ന ഒരു കാലഘട്ടം കേരളത്തിലുണ്ടായിരുന്നെങ്കിൽ പിൻകാലത്ത് അതെല്ലാം തന്നെ ഘട്ടം ഘട്ടമായി ഇല്ലാതെ പോയിട്ടുള്ള അനുഭവമാണ് മറ്റു പല സ്ഥലങ്ങളിലും നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ വന്നു ചേർന്ന ദുരിതങ്ങൾ ഒട്ടേറെ നമ്മുടെ നാടിനുണ്ട് താനും. നേരത്തെ ഉദ്ഘാടകൻ സൂചിപ്പിച്ച പോലെ നമ്മുടെ മക്കളാവട്ടെ കലാസാംസ്കാരിക പ്രവർത്തനം, സ്പോർട്സ് ഇത്യാദി വിഷയങ്ങളിൽ ഇടപെടുകയും പഠനത്തോടും തൻ്റെ കുടുംബത്തെ സംരക്ഷിക്കുന്നതോടൊപ്പം ഇത്തരം വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് സമൂഹത്തിൽ നല്ല പങ്ക് നിർവഹിച്ചുകൊണ്ട് അവരുടെ ജീവിതം ആരംഭിക്കുന്നതും അല്ലേ ഒരു ഘട്ടം മുന്നേറ്റം നടത്തുന്നതും. എന്നാൽ ഇന്ന് നമ്മുടെ പരിപാടികൾക്കകത്ത് ഇങ്ങനെയുള്ള ചെറുപ്പക്കാരികളുടെ എണ്ണം കുറയുകയാണ്. ഞാനിവിടെ ഈ മൈതാനിയിൽ വന്നു ചേർന്നിടത്തും ശ്രദ്ധിക്കുക, നിങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടാവും അല്ലേ, ഇവിടെ അല്പം ഉണ്ട് ചെറുപ്പക്കാരികൾ. മറ്റ് പല മഹായോഗങ്ങൾക്കകത്തും അങ്ങനെയുള്ളവരെ കാണാനില്ല. ഉള്ളതാരാണ്? പ്രായമുള്ളവരാണ് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ളൊരു വിഭാഗത്തെ നമ്മുടെ ഇത്തരം പരിപാടികൾക്കകത്തേക്ക് കൊണ്ടുവരാനുള്ളൊരു ശ്രമം നല്ലതുപോലെ ആരംഭിച്ചാൽ മാത്രമേ നേരത്തെ ഇവിടെ പ്രതിപാദിപ്പിക്കപ്പെട്ടതുപോലെ കേരളം ഇന്ന് നേരിടുന്ന സാമൂഹ്യമായ അങ്ങേയറ്റം ദുർഘടമായ വിപത്ത്, ലഹരി എന്ന മഹാവിപത്തിനെ നമുക്ക് നേരിടാൻ കഴിയും. മെനഞ്ഞാത്തെ ഒരു പത്രത്തിലൊരു റിപ്പോർട്ട് നിങ്ങൾ വായിച്ചില്ലേ? ഓരോ ദിവസങ്ങളും വരുന്നുണ്ട്. മെനഞ്ഞാത്തെ ഒരു പത്ര റിപ്പോർട്ട് എന്താ? സ്വന്തം അമ്മ മകനിൽ നിന്ന് രക്ഷ നേടുന്നതിന് വേണ്ടി ഒരു പരാതിയുമായി പോലീസ് സ്റ്റേഷനിലെത്തി. മകനെ പേടിക്കുകയാണ്, അവൻ എന്തെല്ലാം ഉപയോഗിക്കുന്നു, അവൻ്റെ പെരുമാറ്റത്തിൽ അങ്ങേയറ്റം അല്ലേ എന്നെ ഭയപ്പെടുത്തുന്നു. നേരത്തെ ഒരു പക്ഷേ ഒരു അമ്മയെ മകൻ വെട്ടിക്കൊന്ന അനുഭവം പത്ര റിപ്പോർട്ടിലൂടെ വായിച്ചിട്ടായിരിക്കാം ആ അമ്മയ്ക്ക് അങ്ങനെ ഒരു വേദന വന്നിട്ടുള്ളത്. അപ്പോൾ സ്വന്തം മക്കൾ തന്നെ രക്ഷിതാക്കളുടെ സഹോദരങ്ങളുടെ ഘാതകരായി മാറുന്ന ഒരു കാലമാണിന്ന്. അങ്ങനെയുള്ളൊരു കാലത്ത് നമുക്ക് പഴയ കേരളത്തിൻ്റെ സാംസ്കാരിക രംഗത്തെ മുന്നേറ്റവും മനുഷ്യസ്നേഹവും ഒക്കെ തിരിച്ചു പിടിക്കണമെങ്കിൽ ഇതുപോലെയുള്ള കലാസമിതികൾ ഇന്ന് നിർവഹിക്കുന്ന കാര്യങ്ങൾ കൂടുതൽ ജനങ്ങളിലേക്കും ഈ മേഖലയിലുള്ള ചെറുപ്പക്കാരികളെയും ആകർഷിക്കുന്നതിന് ഉപകരിക്കേണ്ടുന്നതാണ്. അങ്ങനെ ഒരു കാലം നമ്മുടെ മുന്നിൽ, നമ്മുടെ മക്കളെല്ലാം സേഫാണ്. മറ്റവൻ്റെ കുട്ടിയല്ലേ പ്രശ്നം അല്ലേ, എൻ്റെ കുട്ടി വളരെ പ്രശ്നമില്ലെന്ന് വിശ്വസിക്കുക നിങ്ങളും ഞാനും. പക്ഷെ ആ വിശ്വാസങ്ങളെയെല്ലാം തെറ്റിക്കുകയാണ് അനുഭവത്തിൽ. സ്കൂളുകളിലും കോളേജുകളിലും
പാതയോരങ്ങളിൽ മാത്രമല്ല, ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ഏത് മേഖലയാണ് ഇതിൽ നിന്ന് വിമുക്തം? സിനിമാ മേഖലയ്ക്കകത്ത്, ഏതൊരു മേഖലയ്ക്കകത്തും ഈ ലഹരി വ്യാപനം നേരിടുക. അതുകൊണ്ട് ഇതൊരു സാമൂഹ്യ വിപത്താണെന്ന് കണ്ടുകൊണ്ട് നമ്മുടെ ഇതുപോലുള്ള കലാസമിതികൾ ഒട്ടേറെ കാര്യങ്ങൾ നിർവഹിക്കുന്നതോടൊപ്പം ഇത്തരം കാര്യങ്ങൾക്ക് കൂടി പ്രാമുഖ്യം കൊടുക്കാൻ ഈ കാലം ഏറ്റവും അനുയോജ്യമാണെന്നത് കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഈ ചടങ്ങിന് എല്ലാവിധത്തിലുള്ള ആശംസകളും അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. താങ്ക് യു സർ, താങ്ക് യു. അടുത്തതായി ഈ ചടങ്ങിൽ ആശംസ അർപ്പിച്ച് സംസാരിക്കുന്നതിനായി മലയാള മനോരമ ബാലജന സഖ്യതം കോഴിക്കോട് യൂണിയൻ രക്ഷാധികാരിയായ ശ്രീ വിനോദ് കുമാർ വിയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അധ്യക്ഷൻ പവിത്രേട്ടൻ, നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ അഭിമാനമായ ശ്രീ അമിത് IAS, അതുപോലെ വേദിയിലിരിക്കുന്ന സദാശിവേട്ടൻ, എൻ്റെ ഗുരുനാഥനായിട്ടുള്ള വേലായുധൻ സാറ്. വേലായുധൻ സാറ് സംസാരിക്കുന്നതിന് മുന്നേ എനിക്ക് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ലേശൊരു ബുദ്ധിമുട്ടുണ്ട്, ക്ഷമിക്കണോ. എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഞാൻ GST ഡിപ്പാർട്ട്മെൻറ്റിലാണ്, മുമ്പത്തെ സെയിൽസ് ടാക്സ്. അതിലൊരു അസിസ്റ്റൻ്റ് കമ്മീഷണറാണ് ആയിരുന്നു വേലായുധൻ സാറ്. ഞാൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ഏറ്റവും അധികം സ്നേഹിച്ച ഒരുപാട് ആളുകളുള്ളൊരു ഡിപ്പാർട്ട്മെൻറ്റാണ് GST എന്ന് പറയുന്നത്, സെയിൽസ് ടാക്സ് എന്ന് പറയുന്നത് പഴയ. അതിലേറ്റവും ബഹുമാനിക്കുന്നതും ഏറ്റവും ഇഷ്ടപ്പെട്ട 2 ആളുകളിൽ ഒന്ന് അലവി വേങ്ങര എന്ന് പറഞ്ഞൊരു കമ്മീഷണർ ഉണ്ടായിരുന്നു, രണ്ടാമത് വേലായുധൻ സാറ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ കാര്യം എന്തെന്ന് വെച്ചാൽ കോഴിക്കോട്ടെ എല്ലാ സാംസ്കാരിക പരിപാടികളിലും മുന്നിലുണ്ടാവുന്ന ഒരു വ്യക്തിയാണ് വേലായുധൻ സാറ്. അതുപോലെ തന്നെ മുമ്പ് ബ്രദേഴ്സ് മ്യൂസിക് ക്ലബിൻ്റെ പ്രസിഡൻ്റായിരുന്നു അലവി വേങ്ങര. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു കാര്യം. പിന്നെ നമ്മൾ ഇന്നത്തെ ഈ പരിപാടി വാർഷികം 59ാമത് വർഷം ഒക്കെ ആണെങ്കിലും കൂടിയിട്ട് അതിലും ഹൈലൈറ്റ് ചെയ്യുന്നൊരു കാര്യം എന്ന് പറയുന്നത് അമിതാണ്. അതാണ് നമ്മൾ ഇന്നത്തെ ഒരു താരം. അന്ന് ആ മരം കൊണ്ടുപോകുന്ന ആ മരം ഈ ഒരു വ്യക്തി ഒരു കലക്ടർക്കാണ്, അദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ള വസതിയിലേക്കാണ് എന്ന് പറഞ്ഞാൽ ഞാൻ ആ വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങില്ലായിരുന്നു. കാര്യം കലക്ടർ എന്ന് പറയുന്നത് നമ്മളെല്ലാവരും പ്രതിനിധിയാണ്. വലിയ ബുദ്ധിമുട്ടുള്ള വളരെ റിസ്ക്കുള്ളൊരു ജോലിയാണ് കലക്ടർക്ക്. അത് അമിത്തിൻ്റെ സർഗ്ഗഭാവനകളും മറ്റുള്ളതും കൊണ്ടൊക്കെ വളരെ നന്നായിട്ട് നിർവഹിക്കാൻ കഴിയുന്നുണ്ട് എന്ന് ഞാൻ നേരത്തെ അറിഞ്ഞിരുന്നു, ഇവിടെയുള്ള ആളുകളൊക്കെ പറഞ്ഞിട്ട്. വളരെ സന്തോഷമുണ്ട്. കാരണം ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ ഇവിടെയുള്ള ഒരു പുൽക്കൊടിയെയും ഒരു പുൽനാമ്പിനെയും ഒക്കെ ഇപ്പോഴും ഓർക്കാനുള്ളൊരു കഴിവുണ്ട് എന്ന് പറയുന്നത് തന്നെയാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രതിഭ എന്ന് പറയുന്നതാണ്. നമ്മൾ പല കലക്ടർമാരെയും കണ്ടിട്ടുണ്ട്, എത്രയോ കലക്ടറിൽ IAS ഉദ്യോഗസ്ഥർ പലരും കണ്ടിട്ടുണ്ട്. കാരണം ബാലൻ സഖ്യം ഇപ്പോഴും നടത്തുന്ന ഒരു കാര്യം നിങ്ങൾക്കാരെങ്കിലും അറിയുമെന്ന് എനിക്കറിയില്ല. കേരളത്തിൽ സിവിൽ സർവീസ് പരീക്ഷ എഴുതാനോ അല്ലെങ്കിൽ സിവിൽ സർവീസിലേക്ക് വരാനോ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ +1 +2 അത്യാവശ്യം മാർക്കുണ്ടെങ്കിൽ നിങ്ങളെ തിരുവനന്തപുരത്ത് കൊണ്ടുപോയിട്ട് അവിടെ 3 ദിവസം ട്രെയിനിങ്ങാണ്. ആ ട്രെയിനിങ് മലയാള മനോരമ ബാലജന സഖ്യത്തിൻ്റെ പേരിൽ 5 പൈസ വാങ്ങാതെ നടത്തുന്നതാണ്. അതിനു വേണ്ടിയിട്ട് രക്ഷിതാക്കളെ അടക്കം തിരുവനന്തപുരത്ത് കൊണ്ടുപോകും. പക്ഷേ അമിത് പഠിക്കുന്ന കാലത്ത് അങ്ങനെ ഒരു സൗകര്യമില്ല. ആ കാലത്ത് അദ്ദേഹം അങ്ങനെ ഒരു ഇതിലേക്ക് എത്തിപ്പെട്ടു എന്ന് പറഞ്ഞാൽ വളരെ അഭിമാനമാണ്, വളരെ ആഹ്ലാദം ആണ്. ഇപ്പോൾ അതിൻ്റെ ക്യാമ്പ് ഡയറക്ടറായിട്ടിരിക്കുന്നത് അലക്സാണ്ടർ ജേക്കബ് IAS IPS ഡോക്ടർ എല്ലാം കൂടിയായിട്ടുള്ള പുള്ളിയാണ് എല്ലാ വർഷവും അതിൻ്റെ ക്യാമ്പ് ഡയറക്ടർ. അപ്പം ഞാനിപ്പോൾ അമിതായിട്ട് സംസാരിച്ചപ്പോൾ ഒരു സെഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു വർഷം അമിത് അതിന് വരുമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അത് ഞങ്ങളുടെ കൂടെ ഒരു അഭിമാനമാണ്. പുതിയ കലാവേദിയുമായിട്ടുള്ള എൻ്റെ ഒരു ബന്ധം എന്ന് പറയുന്നത്, ഞാനിവിടെ ദിനേശേട്ടൻ്റെ വീട്ടിൽ വർഷങ്ങൾക്ക് മുമ്പ് ഒരു 10-40 വർഷം മുന്നേ വരാറുണ്ടായിരുന്നു. ദിനേശേട്ടൻ്റെ ചേട്ടൻ ഉദയഭാനു മാഷ്, തൊട്ടപ്പുറത്തുള്ള പ്രകാശൻ മാഷ്, ഇവരൊക്കെ ആയിട്ട് വലിയ സൗഹൃദം ഉണ്ടായിരുന്നു. അതൊരു പാട്ടും സംഗീതമൊക്കെ ആയിട്ടുള്ള ഒരു ബന്ധത്തിൻ്റെ പേരിലുള്ള സൗഹൃദമാണ്. അങ്ങനെയാണ് ഇവിടെ വരുന്നത്. പിന്നെ അന്ന് ഇവിടെ നാടകത്തിന് അന്നും പ്രശസ്തമായിട്ടുള്ളൊരു പേരുള്ള ഒരു ക്ലബ്ബായിരുന്നു പുതിയുക. പിന്നെ ബാലൻ സഖ്യത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഞാൻ 88-ൽ ബാലൻ സഖ്യത്തിൽ നിന്ന് പോയി സംസ്ഥാന പ്രസിഡന്റ് സെക്രട്ടറി ആയിട്ട് പോയത്. ബാലൻ സഖ്യത്തിൻ്റെ സംസ്ഥാന സെക്രട്ടറിയും പ്രസിഡൻ്റൊക്കെ ആരാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ. കേരളം അവസാനം ഭരിച്ച മുഖ്യമന്ത്രി അതിൻ്റെ ഒരു സംസ്ഥാന പ്രസിഡൻ്റായിരുന്നു. ഒരുപാട് ആളുകളുണ്ട്, നമ്മളതിലേക്കൊന്നും കടക്കുന്നില്ല. അപ്പോൾ വീണ്ടും രക്ഷാധികാരിയായിട്ട് ഈ പ്രസ്ഥാനത്തിലേക്ക് വന്ന് പിന്നെയാണ് പുതിയതായിട്ടും വളരെ അടുക്കാൻ, ഈ ബാലൻ സഖ്യം കൂടെ അടുക്കാനായിട്ട് 10-15 വർഷമായിട്ട് ഇവിടെയുള്ള ആളുകൾ കുട്ടികളുടെ പിന്നെ നന്മയ്ക്ക് വേണ്ടിയിട്ട്, കുട്ടികളെ
ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് മാനസികവും അതുപോലെ മറ്റുള്ള എല്ലാവിധ പഠനപരമായിട്ടാണെങ്കിലും സാംസ്കാരികപരമായിട്ടുള്ള എല്ലാ കാര്യത്തിനും വേണ്ടിയിട്ടുള്ള ഒരുപാട് സഹായം ചെയ്യുന്ന കുറേ ആളുകളുണ്ട് അവിടെ. അതൊരു വലിയൊരു നമ്മളെ നാട്ടിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ്. അതിൽ പ്രത്യേകം പവിത്രേട്ടൻ, ഷിനോദേട്ടൻ, പിന്നെ അതുപോലെ എന്താ നമ്മളെ അഭിലാഷ് എന്നെ ആഴ്ചയിൽ ഒരു തവണയെങ്കിലും ഇരിക്കാതിരിക്കുകയല്ലേ. അപ്പം ഇന്നിപ്പോൾ രാവിലെ തൊട്ടൊരു 5ാമത്തെ പ്രാവശ്യം എന്നെ വിളിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ രാജേഷ് മാഷ്, പിന്നെ അതുപോലെ അഖിലേനെ വന്നിട്ട് കാണാൻ പറ്റിയില്ല. അഖില നമ്മളെ ബാലൻ സഖ്യത്തിൻ്റെ ഒരു വലിയൊരു ഒരു സംഗതിയായിരുന്നു. അഖില എന്താ പറയുക, ഒരു ആക്റ്റീവായിട്ടുള്ള മെമ്പർ, സംസ്ഥാന കമ്മിറ്റിയിലൊക്കെ വന്ന് ഇപ്പം വിക്ടോറിയ കോളേജിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ സംഗതികളുണ്ട്. ബാലൻ സഖ്യം 1929 രൂപീകൃതമായ ഒരു സംഘടനയാണ്. അതിൻ്റെ മുദ്രാവാക്യം എന്ന് പറയുന്നത് വി സർവാണ്. അതിൻ്റെ ഒരു പ്രതിനിധിയായിട്ട് ഞാൻ നിങ്ങളെ മുന്നിൽ നിൽക്കുന്നത്. 2020 ഫ്ലഡ് വന്ന സമയത്ത് എന്തൊക്കെ ഈ പ്രദേശത്ത് ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൽ എല്ലാവരും അവിടെ വന്ന് ഇരിക്കുകയായിരുന്നു, ഒരു വാഹനമായിട്ട് വന്നിരിക്കുകയായിരുന്നു. എന്തൊക്കെ അവസാനം കുടിവെള്ളം വരെ, മിനറൽ വാട്ടർ വരെ ഇവിടെ എത്തിച്ചു കൊടുത്തു, വസ്ത്രം കൊടുത്തു, എല്ലാ കാര്യങ്ങളും ചെരുപ്പ് കൊടുത്ത് എല്ലാം ചെയ്ത്. പക്ഷേ എനിക്ക് അന്ന് ഇവിടെ വരാൻ പറ്റില്ല. ഞാനന്ന് വയനാട്ടിൽ ഒരുപാട് സ്ഥാപനങ്ങളുമായിട്ട് ഒരു ലോറിയിൽ ഞങ്ങൾ കുറേ ബാലൻ സഖ്യം പ്രവർത്തകർ പോവുകയാണ്. അവിടെയൊക്കെ ചെന്നപ്പോഴുണ്ടായ ഓരോരോ മനുഷ്യന്മാരുടെ അവസ്ഥ കാണുമ്പോൾ സങ്കടമാണ്. കൃഷിയൊക്കെ നശിച്ച് ഒരുപാട് വെള്ളപ്പൊക്കം. പക്ഷെ അതിലും അപ്പുറം അവരെ കണ്ണിൽ നിന്ന് ഉറ്റു വീഴുന്ന വെള്ളത്തിൻ്റെ അത് നമ്മൾക്ക് കാണാൻ, അതൊക്കെയാണ് ബാലൻ സഖ്യം എന്ന് പറയുന്നത്. അല്ലാതെ വെറുതെ എന്താ പറയുക, ഈ നാടകം അല്ലെങ്കിൽ ഗാനമേള അല്ലെങ്കിൽ മറ്റുള്ള ഒന്നല്ല. ബാലൻ സഖ്യം എന്ന് പറയുക ഒരു വ്യക്തിയെ എങ്ങനെ നല്ല രീതിയിൽ സമൂഹത്തിന് വേണ്ടി വളർത്തിയെടുക്കാൻ പറ്റും അതിനുവേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന 6 വയസ്സ് മുതൽ 18 വയസ്സ് വരെയുള്ള ഒരു സ്ഥാപനമാണത്. അപ്പോൾ അതിന് പുതിയ നേതൃത്വം നൽകുന്നുണ്ട്. അത് വളരെ നല്ല കാര്യമാണ്. അത് ഈ പ്രദേശത്തിന് നല്ല സാംസ്കാരികവും സാമൂഹികവുമായിട്ടുള്ള ഒരു പുതിയ തലമുറ വരുന്നതിന് നന്നാവും. പിന്നെ എൻ്റെ മുന്നിൽ ഇരിക്കുന്ന നിങ്ങളോട് എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാര്യം വെച്ചാൽ എവിടെ ചെന്നാലും ഓഡിയൻസ് എന്ന് പറയുന്നത് ഈ മൊബൈൽ ഫോൺ എടുത്തിട്ട് ഇങ്ങനെ ഇരിക്കുക ചെയ്യുക. നിങ്ങളാരും അത് ചെയ്യാത്തതിൽ വളരെ സന്തോഷം. നിങ്ങളെ ഞാൻ അഭിനന്ദിക്കുകയാണ്. വളരെ സന്തോഷം. അവരഭിനന്ദിച്ചേ പറ്റൂ. കാരണം വെച്ചാൽ ഞാൻ എന്തെങ്കിലും ചില കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് എൻ്റെ മൊബൈൽ എടുക്കുമ്പോൾ എൻ്റെ മകനോട് ഞാൻ പറയും, മൊബൈലൊന്നും അങ്ങനെ കാണാൻ പാടില്ലേ, വലിയ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് നമുക്കൊന്നും കിട്ടൂലെന്ന്. എന്നാൽ പിന്നെ എന്താ പാപ്പ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നത് എന്നോട് ഇങ്ങോട്ട് ചോദിക്കും. പിന്നെ എന്താ ചെയ്യുക? അപ്പം നമ്മൾ തന്നെ അവർക്കൊരു മാതൃകയായി. ഇപ്പോൾ സ്ക്രീൻ അഡിക്ഷൻ വലിയ പ്രശ്നമാണ്. അതിന് ട്രീറ്റ്മെൻറ്റ് സെൻ്ററുകൾ വന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് ഓരോരോ വീട്ടിലെ അവസ്ഥ പറയാത്തതാണ് നല്ലത്. ഒന്നുകിൽ ലാപ്ടോപ്പ്, അല്ലെങ്കിൽ ഫോണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ചാനൽ. ഇതല്ലാതെ വേറെ ഒരു സംഗതി ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഞങ്ങൾക്ക് ബോറടിക്കുന്നു. എന്താണ് വല്ലാത്തൊരവസ്ഥയാണ്. കാരണം എങ്ങനെ ഇത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ നമ്മൾ ആലോചിക്കണം. നമ്മളൊക്കെ ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്. MTൻ്റെ കാലം എന്ന പുസ്തകമൊക്കെ നമ്മൾ 2 ദിവസം കൊണ്ട് വായിച്ചു തീർത്ത പുസ്തകങ്ങളാണ്. അതിനോടുള്ള നമ്മളെ ആവേശമാണ്. ഇപ്പോഴെന്ത് വായന എന്ന് പറഞ്ഞ സാധനമില്ല. പിന്നെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ രക്ഷിതാക്കളുടെ ഒരേ ഒരു കാര്യം, ഈ ലഹരി എന്ന് പറയുന്ന കാര്യത്തിൽ ഒരൊറ്റ കാര്യമേ പറയുള്ളൂ. നമ്മളെ ലഹരി എന്ന് പറയുന്ന നാടകം. ഞങ്ങൾ ബാലൻ സഖ്യത്തിലുള്ള കാലത്ത് ഗാനമേള, നാടകം, മിമിക്രി, അല്ലെങ്കിൽ ക്യാമ്പുകൾ പോകുക, അതാണ് നമ്മളെ ലഹരി. അതാണ് ഇന്നും അതിൻ്റെ ലഹരി. നിങ്ങളെ കുഞ്ഞുങ്ങൾ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്നും എന്താ ചെയ്യേണ്ടത് അവരൊന്ന് അടുത്തിരുത്തി, മോനെ എന്തൊക്കെയാണ്, ആ ബാഗൊന്ന് പരിശോധിക്കുക. ആ ബാഗിൽ പുസ്തകമൊക്കെ ഒന്ന് എടുത്ത് വെക്കുക. സുഖമല്ലേ, ക്ലാസ്സൊക്കെ എങ്ങനെയുണ്ട്, ഒന്ന് ചെയ്തു നോക്കുന്ന ദിവസം നല്ല റിസൾട്ട് ഉണ്ടാവും. പുതിയവർക്ക് വേണ്ടി എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും നേരെയാണ്. ഈ പ്രസ്ഥാനം ഇനിയും മുന്നോട്ട് പോകട്ടെ. മലയാള മനോരമയുടെ എല്ലാവിധ സഹായങ്ങളും ഉണ്ടാവും. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. അടുത്തതായി ഈ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ശ്രീ അമിത്തിന് പുതുയുഗ കലാവേദിയുടെ ഉപഹാരം നൽകാനായി പുതുയുഗ സ്വാഗത സംഘം ചെയർമാൻ ശ്രീ ലക്ഷ്മൺ മാസ്റ്ററെ ഏറ്റുവാങ്ങുന്നതിനായി ശ്രീ അമിത്തിനെയും ആദരപൂർവ്വം ക്ഷണിക്കുന്നു. താങ്ക് യു സർ. അടുത്തതായി ഈ ഉദ്ഘാടന ചടങ്ങിൻ്റെ നന്ദി പ്രകാശനത്തിനായി സ്വാഗത സംഘം ജനറൽ കൺവീനർ ശ്രീ രാജേഷ് മാസ്റ്ററെ ക്ഷണിക്കുന്നു. സ്നേഹം നിറഞ്ഞവരെ, നിങ്ങളെല്ലാവരും പരിപാടി കാണാനാണ് ഇരിക്കുന്നതിന് അറിയാം. അതുകൊണ്ട് ദീർഘ സംസാരങ്ങളൊന്നുമില്ല. എന്തായാലും 2-3 കാര്യങ്ങൾ മാത്രം പറയുന്നുണ്ട്. ഈ പ്രദേശവാസികളുടെ കലയും അതുപോലെ സ്പോർട്സിനെയൊക്കെ
പരിപോഷിക്കാൻ വേണ്ടി ഈ കലാവേദി 59 വർഷങ്ങളായി ഇവിടെ കുടികൊള്ളെന്ന് പറയുമ്പോൾ ഈ കലാവേദി ഇങ്ങനെ നിൽക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ വളരെ അഭിമാനമാണ്. 59 വർഷവും ഇവിടെയുള്ള ആളുകളെ ഇങ്ങനെ എല്ലാവരും അവരുടെ കലകളെ പരിപോഷിക്കാൻ ഇത് സഹായിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ തന്നെ വലിയൊരു അഭിമാനമാണ്. വളരെ കുറഞ്ഞ കലാവേദികൾ മാത്രമേ ഇപ്പോൾ ഉള്ളൂ. ഏതായാലും ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ കിടക്കട്ടെ. എൻ്റെ കർത്തവ്യം നന്ദി പ്രകാശിപ്പിക്കുക എന്നതാണ്. ഇവിടെ നമുക്ക് നമ്മുടെ ഈ ചടങ്ങിൻ്റെ അധ്യക്ഷനായിട്ടുള്ള നമ്മുടെ പുതിയ കലാവേദിയുടെ പ്രസിഡന്റ് ശ്രീ പവിത്രൻ സാറിനെ കലാവേദിയുടെ പേരിലും നിങ്ങളെല്ലാവരുടെ പേരിലും നന്ദി അറിയിക്കുന്നു. അതുപോലെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് വളരെ തിരക്കാണെങ്കിൽ പോലും നമുക്ക് അഭിമാനിക്കുന്ന നമ്മുടെ ഉദ്ഘാടകൻ അമിത്, നമ്മൾ ഒരിക്കൽ ബാലൻസ് സഖ്യത്തിൽ അദ്ദേഹത്തിനെ ഞങ്ങൾ ക്ഷണിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് ഇവിടെ എത്തിച്ചേരാനും നമ്മളെ ഒരു അഭിമാനത്തിൻ്റെ ഭാഗമായി ഇവിടെ എത്തിച്ചേരാൻ അദ്ദേഹം പറയുകയും ചെയ്തു. ലഹരി നിന്ന് മുക്തി നേടുവാനും പിന്നെ അദ്ദേഹത്തിൻ്റെ ഓരോ പോസ്റ്റുകളെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു പോയി. അപ്പോൾ അദ്ദേഹം ആ പറഞ്ഞ വാക്കുകളെല്ലാം സ്വായത്തമാക്കിക്കൊണ്ട് അദ്ദേഹത്തിന് നിങ്ങളുടെ എല്ലാവരുടെ പേരിലും പുതിയ പേരിലും ഞാൻ നന്ദി അറിയിക്കുന്നു. അതുപോലെ നമ്മുടെ ഈ വാർഡിൻ്റെ പുരോഗമനത്തിന് വേണ്ടി 10ാം വാർഡ് കൗൺസിലറായിട്ടുള്ള സദാൻ ചേട്ടൻ്റെ അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിലും പുതിയ കലാവേദിയുടെ പേരിൽ നന്ദി അറിയിക്കുന്നു. അതുപോലെ മലയാള മനോരമയുടെ നമ്മുടെ രക്ഷാധികാരി, ബാലൻസ് സെക്രട്ടറി രക്ഷാധികാരി, അദ്ദേഹം തിരക്കാണെങ്കിൽ പോലും അദ്ദേഹം വളരെ തിരക്കാണെങ്കിൽ പോലും നമുക്ക് ഈ നിമിഷത്തിൽ വിളിച്ചപ്പോൾ അദ്ദേഹം ഇവിടെ എത്തിച്ചേരും. അദ്ദേഹം ഈ ഒരു ചടങ്ങിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് നിങ്ങളുടെ പേരിലും പുതിയ കലാവേദിയുടെ പേരിലും നന്ദി അറിയിക്കുന്നു. ഈ സ്വാഗത സംഘത്തിൻ്റെ ചെയർമാനായിട്ടുള്ള ലക്ഷ്മണൻ സാറ്, അദ്ദേഹമാണ് ഇതിൻ്റെ പ്രധാന ആള്. അദ്ദേഹമാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും പരിപാടികളൊക്കെ ആസൂത്രണം ചെയ്തത്. അദ്ദേഹത്തിന് പുതിയ കലാവേദിയിലും അതുപോലെ നിങ്ങളെല്ലാവരുടെ പേരിലും നന്ദി അറിയിക്കുന്നു. അതുപോലെ നമ്മുടെ ഇതിൻ്റെ രക്ഷാധികാരിയായിട്ടുള്ള വേലായുധൻ സാറിനെയും ഇത് നിങ്ങളുടെ എല്ലാവരുടെ പേരിലും പുതിയ കലാവേദിയുടെ പേരിലും നന്ദി അറിയിക്കുന്നു. ഇതിൻ്റെ പുതിയ കലാവേദിൻ്റെ സെക്രട്ടറി അഭിലാഷ്, അദ്ദേഹം ഇതിൻ്റെ പിന്നിൽ ഒരുപാട് പ്രയത്നങ്ങൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ അറിയുന്നെങ്കിലും വളരെ സ്വസ്ഥമായിട്ടുള്ള കാര്യങ്ങൾ, വളരെ മൈന്യൂട്ടുള്ള കാര്യങ്ങൾ പോലും ബാലൻസ് സെക്രട്ടറിൻ്റെ എല്ലാ കാര്യങ്ങളും അതുപോലെ ഇവിടെയുള്ള പരിപാടികളുടെ എല്ലാ മൈന്യൂട്ട് കാര്യങ്ങളൊക്കെ അദ്ദേഹം ചെയ്യുന്നതാണ്. അദ്ദേഹത്തിനും പുതിയ കലാവേദിയുടെ പേരിലും നിങ്ങളെല്ലാവരുടെയും പേരിലും നന്ദി അറിയിച്ചുകൊണ്ട് നന്ദി. പരിപാടി കാണാനെത്തിയ എല്ലാവരെയും നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു.